ഇങ്ങനെ ഒരു ഫെമിലറൈസേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, യു ഹാവ് എ യൂണിവേഴ്സിറ്റി ഇൻ UK, യു ഹാവ് എ യൂണിവേഴ്സിറ്റി ഇൻ കാനഡ, you have a university in Australia, and they have a campus in UAE. So, and the campus is run by the same university, the certificates are same. So, the same way, these universities who have campuses in UAE give students an opportunity. Is that okay? Then രണ്ട് വർഷം UAE നിന്നു, you get a lot of exposure, your fees കുറച്ച് reduction കിട്ടിയിട്ടുണ്ട്, and you've been near to your home. ആ ഹോം സിക്നസ് അത്ര എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. Students have options to do their classes in the evening, which is approximately 4.55 lakhs അടുത്ത് വരുന്ന ഫീസ് സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വാല്യൂ ഫോർ മണിയും ഉണ്ട്. ആൻഡ് ഇഫ് യു ലുക്ക് ഇൻ ദ പർച്ചേസിംഗ് പവർ പാരിറ്റി പോലെ നോക്കുകയാണെങ്കിലും യു ആർ ഗെറ്റിംഗ് ബെറ്റർ കമ്പയർഡ് ടു ഇന്ത്യ. ലോകത്താദ്യമായി AI വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് മിനിസ്ട്രിയും യൂണിവേഴ്സിറ്റിയും തുടങ്ങിയ രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ എഡ്യൂക്കേഷൻ സോൺ ഉള്ള രാജ്യം, യെസ്, UAE. UKയും US പോലെ ഒരു ട്രഡീഷണൽ സ്റ്റഡി ഡെസ്റ്റിനേഷൻ അല്ലെങ്കിലും ഒരുപാട് സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്ന, വാല്യൂ ഫോർ മണി എൻഷുർ ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് UAE. അപ്പോൾ UAEയെക്കുറിച്ചും UAEയിലെ പഠന സാധ്യതകളെക്കുറിച്ചും ജോലി സാധ്യതകളെക്കുറിച്ചും അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ കുറിച്ചും ഒക്കെ നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് കഴിഞ്ഞ 18 വർഷമായി സ്റ്റഡി അബ്രോഡ് ഫീൽഡിലുള്ള ഷമീർ മുത്തരഡ് സാറാണ്. ഹി ഈസ് ദ ഡയറക്ടർ ഓഫ് Edroots International, a leading overseas education consultancy based in India, the UAE and the UK. Welcome to the podcast, sir. Thank you, Vijay. Thanks a lot. So I was excited to hear the introduction about UAE. I'm also equally excited to talk about UAE as a study destination. Thanks again. സർ, UAE പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നേറ്റീവ് എമിറാത്തീസ് അറൌണ്ട് 12% ഉള്ളൂ എന്ന് തോന്നുന്നു. ആൻഡ് ദ കൺട്രി ഈസ് ലൈക്ക് ബിൽറ്റ് ബൈ the immigrant community. So what do you think the future of this trend going? They are attracting global citizens to come to UAE for a higher education. സർ, എനിക്ക് തോന്നുന്നു എത്ര നമ്മുടെ ലിസ്ണേഴ്സിന് അറിയുമെന്ന് അറിയില്ല, there was a time when ഇന്ത്യൻ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിരുന്ന ഗൾഫ് റുപ്പി UAEയിൽ യൂസ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ല സർ? അതെപ്പോഴായിരുന്നു അത്? I'm not sure about the year, but in 60s and 50s, 1 rupee was equivalent to It was pegged to the Indian rupee. Same ആയിരുന്നു. And it's grown, and unfortunately Indian rupee is not doing well recently and for quite some time. And ഇപ്പോഴത്തെ റേറ്റ് ഓൾമോസ്റ്റ് ഇറ്റ്സ് ലൈക്ക് 24-25 rupees ആയിട്ട് വരുന്നുണ്ട്. സോ വാല്യൂ ഫോർ മണിയും ഉണ്ട്. ആൻഡ് ഇഫ് യു ലുക്ക് ഇൻ ദ പർച്ചേസിംഗ് പവർ പാരിറ്റി പോലെ നോക്കുകയാണെങ്കിലും യു ആർ ഗെറ്റിംഗ് ബെറ്റർ കമ്പയർഡ് ടു ഇന്ത്യ. ആൻഡ് ദ എക്സ്പെൻസസ് ആർ നോട്ട് as huge as this European countries or American countries or the oceanic countries in terms of living expenses and all. So adum ഒരു comparison ആണ് for a parent or a student who is looking or interested in going abroad in UAE എന്ന് പറയുമ്പോൾ. സാർ, എന്നെ ഒരുപാട് ഫാസിനേറ്റ് ചെയ്തൊരു കാര്യമാണ് ഈ ദ വേ ദേ ഹാവ് ഡൈവേഴ്സിഫൈഡ് ദിയർ ഇക്കോണമി. ലൈക്ക് സാറ് പറഞ്ഞ പോലെ ഒരു കാലത്ത് അതൊരു ഓയിൽ ഡിപ്പെൻഡൻറ്റ് കൺട്രി ആയിരുന്നു, ജസ്റ്റ് ലൈക്ക് സൗദി ഓർ എനി അതർ GCC കൺട്രി. ബട്ട് ദ വേ ദേ ഹാവ് ഡൈവേഴ്സിഫൈഡ്, ആദ്യം അവരൊരു ടൂറിസം ഹബ്ബാവുന്നു, പിന്നെ ബിസിനസ് ആൻഡ് ഫിനാൻസ് ഹബ്ബായി, പിന്നെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ആൻഡ് ലോജിസ്റ്റിക്കൽ ഹബ്ബാവുന്നു, ആൻഡ് നൗ they are venturing into global education. So it's slowly becoming a global study destination. സോ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു സാർ? ലൈക്ക് അവിടുത്തെ ലീഡേഴ്സാണ് ഒരു പരിധി വരെ അവരുടെ ആ ഒരു വിഷൻ സെറ്റ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ലൈക്ക് അടുത്ത ഒരു 30-50 ഇയേഴ്സിലേക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. സോ ഹൗ ഡു യു സീ ദിസ് ട്രാൻസ്ഫോർമേഷൻ ടേക്കിംഗ് പ്ലേസ്? They started from the oil industry, but they were fishermen. ട്രൈബൽ ബിഫോർ ദാറ്റ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫിഷിങ്ങും, ഐ എം നോട്ട് ഷുവർ അബൌട്ട് അതിൻ്റെ വേർഡ് എന്തോ ഉപയോഗിക്കുന്നതല്ല, പേൾസ് ഫ്രം ദ ലൈക്ക് ഓഷ്യൻസ്. സോ അങ്ങനെ കളക്ട് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. സോ വി ഡോണ്ട് ഫീൽ ദാറ്റ് വി ലിവ് ഇൻ എ മൊണാർക്കിയൽ country. So right timely changes. The important thing was they could make decision faster and they could switch their paths very faster. Financial hub ആയിരുന്നു. They again strongly financial hub ആണ്. They fintech hub ആണ്. They focus on this investment
അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റൊക്കെ ഒരുപാട് നടക്കുന്നൊരു കൺട്രിയാണ്. ഇത് കൂടാതെ തന്നെ ദേ ആർ വെരി സ്ട്രോങ് ഇൻ ഹെൽത്ത് കെയർ. സോ ദേ wanted ടു become അവർ ലീഡേഴ്സിൻ്റെ ഒരു വിഷൻ തന്നെ ദേ വോണ്ട് ടു ബിക്കം ദ ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി എന്ന് പറയും. സോ ഗ്ലോബൽ എക്കണോമിക്കലി എടുക്കുകയാണെങ്കിൽ, എക്കണോമിക് ഹബ്ബ് എടുക്കുകയാണെങ്കിൽ ദേ അമong ദ ടോപ്പ് 10, പെർട്ടിക്കുലർലി ദുബായ് എന്ന് പറയുമ്പോൾ. ഹെൽത്ത് കെയറിൽ നോക്കുകയാണെങ്കിൽ അബുദാബി ഈസ് അഗെയിൻ വെരി ഫോക്കസ്ഡ് ഓൺ ഹെൽത്ത് കെയർ. അതേപോലെ തന്നെ റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഓൺ അഗ്രികൾച്ചർ. ഇപ്പോൾ ഡെസേർട്ട് അഗ്രികൾച്ചറൊക്കെ ഫോക്കസ് ചെയ്യുന്ന രാജ്യമാണത്. സോ നമ്മൾ പറയും മരുഭൂമിയിൽ ഒന്നും ഉണ്ടാവില്ല, ബട്ട് യു ഗോ ടു ദീസ് കൺട്രീസ് നൗ യു ക്യാൻ ഫൈൻഡ് ഔട്ട് അവരതിൻ്റെ പേരിൽ മില്യൺസ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഓൺ റിസർച്ചേഴ്സ്. സോ it's about good visionaries and good people around them to perform well. They are started recruiting strongly from MITs, Cambridge, Oxfords and all. അപ്പോൾ അവർക്ക് ഹയർ ചെയ്യുക, അവിടുത്തെ പ്രൊഫസേഴ്സിനെ ഹയർ ചെയ്ത് ബ്രിങ് ഡൗൺ ടു UAE. ദേ ഹാഡ് റൂൾസ് മെയ്ഡ്, ടഫ് റൂൾസ് മേക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഫ് യു ആർ ഓപ്പൺ ടു certain things, you're ready to do, you are an achiever, they always say that you have to run. Always there is a saying by their ruler of Dubai as well. So you are a lion or you're a gazelle, doesn't matter, you have to keep running. Yeah. If you are living in UAE, you have to keep running. So achievers do performance do achieve well in UAE. സർ, ഈ UAE പറ്റി എസ്പെഷ്യലി നമ്മൾ ഈ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് വരുമ്പോൾ there's a there's a kind of concern in among parents and also students. ഈ UK, US, ഓസ്ട്രേലിയ അങ്ങനെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ കൺട്രീസ് ഉള്ളപ്പോൾ അവരുടെ ഒരു ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അവർക്ക് UAE യിൽ കിട്ടുമോ? ക്വാളിറ്റി സെയിം ആയിരിക്കുമോ? വൈ ഷുഡ് ദേ ചൂസ് UAE when already there are all these countries? വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. UAE is a I would say it's a baby among the big giants like European countries, American countries, and because നൂറ്റാണ്ടുകൾ പഴക്കമുള്ള യൂണിവേഴ്സിറ്റീസ് ഉള്ള രാജ്യങ്ങളുണ്ട്. And people from India are familiar about these countries. And it's a known fact, known thing. Okay, you go there, you get a decent education, you know what kind of education is being provided over there. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ദറ്റ് സ്റ്റിൽ ട്രൈങ് ടു ബിൽഡ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ UAE പോലത്തെ കൺട്രി ഈസ് നോട്ട് ജസ്റ്റ് ഫോക്കസ്ഡ് ഓൺ ദെയർ ട്രഡീഷണൽ ഓർ ദെയർ യൂണിവേഴ്സിറ്റി സ്ട്രക്ചേഴ്സ്. നമ്മൾ എമിറാത്തി യൂണിവേഴ്സിറ്റീസ് എന്ന് പറയും, അല്ലെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഓർ ദ ഫെഡറൽ യൂണിവേഴ്സിറ്റീസ് ഓഫ് ദ കൺട്രി. ആ യൂണിവേഴ്സിറ്റീസ് മാത്രമല്ല. So to familiarize, to know that okay, we are also open to the international market എന്ന് പറയാൻ വേണ്ടിയിട്ട് they have immense number of foreign universities in the country. ഇപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ദുബായ് ഇൻ്റർനാഷണൽ അക്കാഡമിക് സിറ്റി. സോ DIAC എന്ന് പറയും. സോ അവിടെ ഓൾമോസ്റ്റ് 27 plus or 25 plus universities ഉണ്ട്, which have foreign universities there. ഏഷ്യയിൽ നിന്നും, ആഫ്രിക്കയിൽ നിന്നും, യൂറോപ്പിൽ നിന്നും, അമേരിക്കയിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഈവൻ ഫ്രം ഇന്ത്യ. ഇന്ത്യൻ മണിപ്പാൽ പോലത്തെ യൂണിവേഴ്സിറ്റീസ് അവിടെ ഉണ്ട്. സോ ദർ ആർ യൂണിവേഴ്സിറ്റീസ് ഓവർ ദർ. അവിടെ ഓൾമോസ്റ്റ് ലൈക്ക് 25,000 സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്ഥലമാണ്. സോ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി again, they have Russell Group University. Yeah, Russell Group University and UK based university, and they have campus. So ഇങ്ങനെ ഒരു ഫെമിലറൈസേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, you have a university in UK, you have a university in Canada, you have a university in Australia, and they have a campus in UAE. So, and the campus is run by the same university, the certificates are same. Exposures can be different because നമ്മൾ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ they have got almost 54,000 സ്റ്റുഡൻസ് ആണ് വിദേശ സ്റ്റുഡൻസുകൾ പഠിക്കുന്നത് അവിടെ എന്ന് പറഞ്ഞു, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്നതാണ്. സോ അതിൽ തന്നെ 42% ഇന്ത്യൻസ് ആണെന്ന് പറയുന്നുണ്ട്. സോ you go to a university, you have 100 students, you have 40 plus students Indians, you will feel comfortable. അവിടെ ഉള്ള എക്സ്പാറ്റ്സിൻ്റെ മക്കൾ തീർച്ചയായിട്ടും അവിടെ പഠിച്ച ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ബട്ട് നൗ ഇന്ത്യൻ പാരൻസ് ആർ സീരിയസ്ലി തിങ്കിങ് അബൌട്ട് ഓക്കെ, വൈ കാൺ മൈ കിഡ് സ്റ്റഡി ഓവർ ദെയർ എന്നല്ല. കാരണം ആദ്യം പേടിയായിരുന്നു,
ഇഫ് യു ഗോ ബാക്ക് 15 years ബാക്ക്, എക്സ്പാറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ മക്കളെ അങ്ങോട്ട് വരേണ്ട, നിങ്ങൾ യൂറോപ്പിലോട്ട് പൊക്കോളൂ, നിങ്ങൾ അമേരിക്കയിലോട്ട് പൊക്കോളൂ പറഞ്ഞ് വിട്ടിരുന്നൊരു സാഹചര്യത്തിൽ നിന്ന് ഓക്കെ things have changed because every expats kids are not working a basic level job or low level jobs alla ചെയ്യുന്നു. They're getting good jobs and good salary eventually കിട്ടുന്നുണ്ട്. സോ ആ കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ ഓക്കെ ഇപ്പം ഞാൻ എൻ്റെ മകനെ വിടുമ്പോൾ അല്ലെങ്കിൽ മകളെ വിടുമ്പോൾ ഐ ഹാവ് എ കോൺഫിഡൻസ്. എനിക്ക് കൊച്ചിയിൽ നിന്ന് നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ ഒരു ഫ്ലൈറ്റ് എടുത്ത് പോകാം, 3-4 മണിക്കൂർ, 3 to 4 hours. 4 hours പോകാം, വിസ പെട്ടെന്ന് കിട്ടും, പോകാം. വാട്ട് ഈസ് ഷീ ഡൂയിങ്, വാട്ട് ഈസ് ഹി ഡൂയിങ്, അവന് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ, ഈസ് ഇൻ എ ഗുഡ് വേ ആണോ എന്നുള്ള ചെക്ക് ചെയ്യാൻ പോകാം. ഇല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരാളെ സംബന്ധിച്ച് ആരെങ്കിലും ഒരാളവിടെ ഉണ്ടാവും, യുവർ ഫ്രണ്ട്സ്, യുവർ റിലേറ്റീവ്സ്, പിയേഴ്സ്, ആരെങ്കിലും ഉണ്ടാവും. സോ slowly it's changing and students have started thinking about it seriously. Why should I go? അത് അങ്ങനെ പോകണ്ടെന്ന് പറയുന്നില്ല. സോ ഒരു മറ്റു കൺട്രിയിൽ നിന്ന് ആ എക്സ്പോഷർ ഡിഫറെൻ്റ് ഉണ്ടാവും. ആ ഫീ ദ exposure you get from European countries are bit more higher and bit more expensive. You come to UAE, you get exposure, but the fee structures you're paying is bit more lesser. So ഇങ്ങനെ ഒരു ആഡ് ഓൺ തിങ്ങും കൂടിയും അതിൽ വരുന്നുണ്ട്. അബ്രോഡ് എഡ്യൂക്കേഷൻ്റെ കൺസേൺസ് ആർക്കും ഇല്ല. ദ ഓൺലി തിങ് ഈസ് അബൌട്ട് ഡെസ്റ്റിനേഷൻ. ആൻഡ് UAE ആസ് എ ഡെസ്റ്റിനേഷൻ ഈസ് നോൺ ഫോർ ഇന്ത്യൻസ്, നോൺ ഫോർ മലയാളീസ് ഫോർ ഡെക്കേഡ്സ്. Like an extension of the Indian subcontinent. ഓൾമോസ്റ്റ് 70 years ആയിട്ട് നമുക്ക് പരിചയമുള്ള സ്ഥലമാണ്. സോ ഇറ്റ്സ് എ ഫാമിലിയർ തിങ്. സോ വാട്ട് അബൌട്ട് ഗ്ലോബൽ റെക്കഗ്നിഷൻ? ഇപ്പോൾ പല പാരൻസിനും കൺസേൺ ഉണ്ടാവും. ഇപ്പോൾ ഓൾറെഡി UAE പഠിച്ച് ഗ്രാജുവേറ്റ്സ് ആയവർക്ക് ഇപ്പോൾ അവർക്ക് ഫർദർ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ യൂറോപ്പിലോ US-ലോ ഓസ്ട്രേലിയയിലോ പോകണമെങ്കിലോ അല്ലെങ്കിൽ ജോലിക്കായി പോകണമെങ്കിലോ അതിൻ്റെ റെക്കഗ്നിഷൻ എങ്ങനെയാണ് സാർ? ആ റെക്കഗ്നേഷൻ പറയുന്നതിന് മുമ്പ് ഐ വുഡ് ലൈക്ക് ടു സേ അബൌട്ട് ദ ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റീസ്. കാരണം ആൾക്കാർ കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്. സോ ഐ വുഡ് സേ ദ ഫസ്റ്റ് ടൈപ്പ് ഈസ് ഓൾവേസ് ദ ഫെഡറൽ യൂണിവേഴ്സിറ്റി, പബ്ലിക് യൂണിവേഴ്സിറ്റീസ്, അല്ലെങ്കിൽ ദ എമറാത്തി യൂണിവേഴ്സിറ്റീസ് എന്ന് പറയും. എമറാത്തി യൂണിവേഴ്സിറ്റീസിൻ്റെ കൂടെ തന്നെ എമറാത്തി പ്രൈവറ്റ് കോളേജസ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പ്രൈവറ്റ് മുകളിലത്തെ പബ്ലിക് ആണെങ്കിൽ അടുത്തത് പ്രൈവറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതുകൂടാതെ ഇൻ്റർനാഷണൽ ക്യാമ്പസസ് ഉണ്ട്. സോ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് റണ്ണിങ് their own campus in the country. The third option ആണ്. So a lot of universities have their campus in UAE. ആ UAEയിൽ അവരുടെ ഫാക്കൽറ്റീസ് ഉണ്ടാവും, അവിടെ ലോക്കൽ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ഏഷ്യ ആഫ്രിക്ക എന്നുള്ള ഫാക്കൽറ്റീസ് ഉണ്ടാവും. ആൻഡ് ദേ റൺ ദ കോഴ്സസ് ആൻഡ് ദേ ഗിവ് സർട്ടിഫിക്കേഷൻ. സെയിം വാല്യൂ, സെയിം തിങ്. നാലാമതൊരു കാറ്റഗറി ഉണ്ട് വിച്ച് ഈസ് കോൾഡ് ദ പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സ്. അതായത് പ്രൈവറ്റ് സ്കൂൾസ്, കോളേജസും സ്കൂൾസും ആയിരിക്കും. ആൻഡ് ദേ റൺ ഫോറിൻ യൂണിവേഴ്സിറ്റി ഡിഗ്രീസ് ഓവർ ദേ. സോ കൈൻഡ് ഓഫ് അഫിലിയേഷൻ നമ്മളെ നാട്ടിൽ ഇപ്പോൾ പറയല്ലോ, ഇപ്പോൾ ഒരു കോളേജ് ഉണ്ട്, ആ കോളേജ് ഈസ് അഫിലിയേറ്റഡ് ടു ദിസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പോലെ. സോ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ബി പ്രൈവറ്റ്ലി ഓൺഡ് ആൻഡ് ദിൽ ബി റണ്ണിങ് എ യൂണിവേഴ്സിറ്റീസ് പ്രോഗ്രാം, മാസ്റ്റർ പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഈ 4 കാറ്റഗറി ഉണ്ട്. ആൻഡ് ഈ 4 കാറ്റഗറി നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹൗ ലോങ് ദേ ഹാവ് ബീൻ റണ്ണിങ് ദ ഫോർത്ത് കാറ്റഗറിയിൽ, ഹൗ ലോങ് ആർ ദേ റണ്ണിങ്, ഹൗ ഗുഡ് ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ദ പാർട്ട്ണർ യൂണിവേഴ്സിറ്റി, ഫോറിൻ യൂണിവേഴ്സിറ്റി, അവർ അക്രഡീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കണം. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ KHD അപ്രൂവൽ എന്ന് പറയും, നോളജ് ആൻഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അതോറിറ്റി എന്ന് പറയും. അതുപോലെ തന്നെ മറ്റ് മിനിസ്ട്രിയുടെ ഇതുണ്ട്, മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സയൻറ്റിഫിക് റിസർച്ച്, അതിൻ്റെ അക്രഡേഷൻസ് എല്ലാം ഉണ്ടാവും. CA എന്ന് പറയും, കമ്മീഷൻ ഫോർ അക്കാഡമിക് അക്രഡേഷൻ. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ് അക്രഡേഷൻസ് വിച്ച് ഇസ് ബീൻ പ്രൊവൈഡഡ് ബൈ ദ MOH. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ UGC NAC ഒക്കെ പോലെ കൈൻഡ് ഓഫ്. സോ ഇത് ഹയസ്റ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ബീൻ ദിസ് അക്രഡേഷൻ ഈസ് ബീൻ ദർ വിത്ത് യൂണിവേഴ്സിറ്റീസ്, നോട്ട് എവറി യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇതിനെന്താ വെച്ചാൽ ഇറ്റ്സ് നോട്ട് അറ്റ് ടൈംസ് ഇറ്റ് നോട്ട് മാൻഡേറ്ററി ടു ഹാവ് എ CA അക്രഡേഷൻസ് ഫോർ എവറി കോഴ്സസ്, ജസ്റ്റ് ടു റൺ ദ കോഴ്സ്. അല്ല, അത് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ അത് പെർട്ടിക്കുലർലി എമറാത്തികൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഐ എം എമറാത്തി ആൻഡ് എനിക്കൊരു ഗവൺമെൻറ് ജോബിലോട്ട് കയറി പോകണമെന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ബി ഗ്രാജുവേറ്റഡ് ഫ്രം എ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് അക്രഡിറ്റഡ് ടു CA.
അപ്പോൾ അതൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റാണ്, അവൻ നോക്കുന്നത് പ്രൈവറ്റ് ജോബ്സ് ആണ് അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പിലോട്ടാണ്. അപ്പോൾ അത് അറ്റ് ടൈംസ് ഇറ്റ്സ് നോട്ട് നെസസറി ടു ഹാവ് എ സി എ അക്രഡിറ്റേഷൻ. ആ സി എ അക്രഡിറ്റേഷൻസിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആൻഡ് അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ്സ് വാലിഡ്. ഇനി അത് മാത്രമല്ല, ഈ ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ ബിജു ചോദിച്ച പോലെ യു ക്യാൻ ഗോ ഫോർ എ PhD പ്രോഗ്രാംസ്, പുറത്ത് യൂണിവേഴ്സിറ്റീസിൽ പോകാം. ഇറ്റ്സ് ബീൻ അക്സെപ്റ്റഡ് ദ സെയിം വേ other universities from the world are accepted by these universities. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പഠിച്ചു പോകണ പോലെ തന്നെയോ, അല്ലെങ്കിൽ UK നിന്ന് നിങ്ങൾ US പോവാണ്, അല്ലെങ്കിൽ US നിന്ന് നിങ്ങൾ ഓസ്ട്രേലിയയിലോട്ട് പോവാണ്, ഇങ്ങനെ പോകുന്നൊരു സിനാരിയോയിലൊക്കെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. ബിക്കോസ് ദേ ഹവ് ബീൻ വെരി സ്ട്രിക്ട്ലി മോണിറ്ററിങ് അബൌട്ട് ദിസ് ക്വാളിറ്റി. ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്കിപ്പോൾ ഒരു UG 3 ഇയർ UG ആണെങ്കിൽ ഒരു 2 ഇയേഴ്സ് നമുക്ക് UAE പഠിച്ചിട്ട് തേർഡ് ഇയർ നമുക്ക് മറ്റൊരു വെസ്റ്റേൺ കൺട്രിയിൽ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പർട്ടിക്കുലർലി ദീസ് ഇൻ്റർനാഷണൽ ക്യാമ്പസസ്. അത് എത്രത്തോളം പോസിബിളാണ് സാർ? ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. ഒരുപാട് സ്റ്റുഡൻസ് ചെയ്യുന്നുമുണ്ടത്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ സ്റ്റുഡൻറ്റ്. കാരണം ഡിഫറെൻറ്റ് എക്സ്പോഷർ ഉണ്ടാക്കുന്നവർ ഇപ്പോൾ ഇപ്പോൾ UK യൂറോപ്പിലൊക്കെ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്നൊരു സിസ്റ്റമാണ് സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞിട്ട്. യു സ്റ്റാർട്ട് എ കോഴ്സ്, ഫോർ എക്സാമ്പിൾ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു PG കോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഒരു സെമസ്റ്റർ നിങ്ങൾ മറ്റൊരു രാജ്യത്ത് പോയി പഠിക്കുന്ന രീതി പണ്ട് മുതലേ ഉണ്ട്. എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്. So you study in Europe, you move to New Zealand, and you move to UK for the final semester or the final year. ഡിഫറെൻറ്റ് എക്സ്പോഷർ കിട്ടുകയാണ് നമുക്ക്. എത്ര എക്സ്പോഷർ മീൻസ് യു ഗെറ്റ് എ ലോട്ട് ഓഫ് നെറ്റ്വർക്ക്സ്. സോ എത്രത്തോളം നെറ്റ്വർക്ക്സ് കിട്ടുന്നു അത്രത്തോളം ജോബ് പോസിബിലിറ്റീസ്, ഓൺടർപ്രണർഷിയൽ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ റെഫറൻസസ് കിട്ടാൻ സാധ്യത കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. സോ ദ സെയിം വേ these universities who have campuses in UAE give students an opportunity, particularly the main campus, like അവരുടെ റൺ ചെയ്യുന്ന ക്യാമ്പസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഫോർത്ത് കാറ്റഗറിയിലെ യൂണിവേഴ്സിറ്റി, കോളേജ്, സ്കൂൾസ് അല്ലെങ്കിൽ കോളേജസ്, ദേ ഓൾസോ ഡു ദ സെയിം തിങ്. ബട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ ഗോ ടു UK ഹെഡ് വാട്ടർ യൂണിവേഴ്സിറ്റി, യു ഹവ് വുളോവോങ് യൂണിവേഴ്സിറ്റി, യു ഹവ് ഗോട്ട് കർട്ടിൻ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ. So you have got De Montfort University. They have their own campuses over there. So നിങ്ങൾ ആ ക്യാമ്പസിലോട്ട് പോവുകയാണെങ്കിൽ ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം പോവുകയാണെങ്കിൽ ഗോ ഫോർ എ 3-year ബാച്ചിലേഴ്സ്, മേ ബി 4-year ബാച്ചിലേഴ്സ് ഇൻ ഹെറിറ്റ് വാട്ട്. അപ്പോൾ മേ ബി ദ ഫൈനൽ ഇയർ ഇഫ് യു വാണ്ട് യു ക്യാൻ ഷിഫ്റ്റ് ടു ദ മെയിൻ ക്യാമ്പസ്. സോ അത് ഓസ്ട്രേലിയയിലോട്ട് മാറാം, UK മാറാം, ഇങ്ങനെ മാറാനുള്ള സാഹചര്യമുണ്ട്. So what benefits out of is that, okay, നിങ്ങൾ 2 വർഷം UAE നിന്നു, യു ഗെറ്റ് എ ലോട്ട് ഓഫ് എക്സ്പോഷർ, യുവർ ഫീസിൽ കുറച്ച് റിഡക്ഷൻ കിട്ടിയിട്ടുണ്ട്, ആൻഡ് യു ബിൻ നിയർ ടു യുവർ ഹോം. ആ ഹോം സിക്നസ് അത്ര എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും. ആസ് എ ടീനേജർ യു വിൽ ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഇഷ്യൂസ്. അപ്പോൾ അത് കഴിഞ്ഞ് 2 ഇയേഴ്സ് ഒന്ന് സ്റ്റഡി ആവും, യു ഷിഫ്റ്റ് ടു എ ബിറ്റ് ഓഫ് മെച്യൂരിറ്റി വരുമ്പോഴത്തേക്ക് യു ആർ പ്രിപ്പയർഡ് ടു എക്സ്പ്ലോർഡ്, അല്ലെങ്കിൽ നിങ്ങളെ ബൗണ്ടറീസ് എക്സ്പ്ലോർഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ തേർഡ് ഇയർ, ഫൈനൽ ഇയർ ഇൻ എ ഡിഫറെൻറ്റ് കൺട്രി. അങ്ങനെ പോകുമ്പോൾ ആ കൺട്രിയുടെ ഫ്യൂച്ചർ ബെനിഫിറ്റ്സും കിട്ടും. മേ ബി യു ഗെറ്റ് എ സ്റ്റേ ബാക്ക് ഇൻ ദ കൺട്രി, അങ്ങനെ തുറന്ന് നിൽക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കണ്ടീഷൻസ് അപ്ലൈ എന്നാൽ യു ഡൺ വെൽ, ഹൈ മാർക്സ് എന്നല്ല പറഞ്ഞ് യു ഹവ് ഡൺ എ ഡീസൻറ്റ് മാർക്ക്, 2 വർഷം ഡീസൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫേവറബിൾ ആണെങ്കിൽ, കാരണം ഒരു കൺട്രിയിൽ നിന്ന് മറ്റു കൺട്രിയിലോട്ട് പോകുമ്പോൾ വിസ റൂൾസ്, എമിഗ്രേഷൻ പോളിസീസ് റീസണബിൾ ആണെങ്കിൽ യെസ് ദേ ക്യാൻ ഡു ഇറ്റ്. ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഡൂയിങ് ദാറ്റ് ആസ് വെൽ. സോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ UK is famous for their 1-year masters. സോ ബട്ട് UAE-ലും ഉണ്ട് 1 ഇയർ ഉണ്ട്, മാസ്റ്റേഴ്സ് ഉണ്ട്. സോ അത് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ യു ഗോ ഫോർ 1 year in UAE, you finish your 1 year over there, അത് കഴിഞ്ഞു. What about semester wise, like 1 semester in UAE? സെമസ്റ്റർ വൈസ് ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിരിക്കും കാരണം ദ തേർഡ് സെമസ്റ്റർ ഫോർ മാസ്റ്റേഴ്സ് വിൽ ബി ഫോർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. അപ്പോൾ ഇറ്റ് വിൽ ബി എ വെരി ഷോർട്ട് പീരിയഡ്. അപ്പോൾ അത് ചിലപ്പോൾ സാധ്യമാവണമെന്നില്ല. ഇനി ലോങ് ഡ്യൂറേഷനിലെ മാസ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി, യെസ് ദേ ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാം. ഐ തിങ്ക് ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലിവിങ് എക്സ്പെൻസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ലിവിങ് എക്സ്പെൻസിനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ പറയും, ഓക്കെ, ദുബായ് ഇറ്റ്സ് നോട്ട് ചീപ്പ്, ഇറ്റ്സ് നോട്ട് വെരി അഫോർഡബിൾ അല്ല. ഈ കമ്പയറിങ് ടു മേ ബി ലണ്ടൻ, ന്യൂയോർക്ക്, അല്ലെങ്കിൽ മെയിൻ സിറ്റീസ് ബെർലിൻ അല്ലെങ്കിൽ പാരീസ്, മേജർ സിറ്റീസ് കമ്പയർ ചെയ്യുമ്പോൾ മാറ്റങ്ങളുണ്ട്.
എക്സ്പെൻസ് കുറവാണ്, കോസ്റ്റ് ഓഫ് ലിവിങ്. കോസ്റ്റ് ഓഫ് ലിവിങ്ങിൽ കുറവുണ്ടാവും. ബട്ട് ദുബായ് ഇസ് അഗെയിൻ എക്സ്പെൻസീവ്. യു ഗെറ്റ് എ കറക്റ്റ് ചായ ഫോർ 1 ദിറം. 1 ദിറം എന്ന് പറഞ്ഞാൽ 24-25 രൂപ. അപ്പോൾ അത് ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ അയ്യോ ഇവിടെ 10 രൂപ കിട്ടുന്ന 25 രൂപ ആവുന്ന പറയും. ബട്ട് ദ സെയിം കറക്റ്റ് ചായ വിൽ ഹാവ് യൂറോപ്പിൽ പോകണമെങ്കിൽ ഒരു £3, €3, €2.5. അപ്പോൾ അത് 350 400 റുപ്പീസിൻ്റെ അടുത്തായി. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ടു ചീപ്പ്, വെരി അഫോർഡബിൾ അല്ല. ബട്ട് യെസ്, യു ക്യാൻ ലിവ് ഇൻ അഫോർഡബിൾ കണ്ടീഷൻ ബിക്കോസ് UAE is not just Dubai. Yeah, the Emirates It's too. not Dubai. It's always not Dubai. And the capital is not Dubai. Its capital is not Dubai. So Abu Dhabi ഉണ്ട്, ദുബായ് ഉണ്ട്, ഷാർജ ഉണ്ട്, അജ്മാൻ ഉണ്ട്. So I would say Dubai and Abu Dhabi അത്യാവശ്യം ഡിസ്റ്റൻസസ് ഉണ്ട്. ബട്ട് you can see people working in Dubai living in Sharjah and Ajman. Oh, is it? Yeah. So Commuting ഒക്കെ ഡിഫിക്കൽട്ട് ആയിരിക്കില്ല സർ? they plan accordingly because they have a if for example they have to live in a very small studio flat in Dubai, ആ കാശുണ്ടെങ്കിൽ ചിലപ്പോൾ അജ്മാനിൽ they can buy a small villa. ബൈയിങ് അല്ല, you can rent it out maybe. So അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. Got my own brother who is working in Dubai and staying in Sharjah. My office, our office in Dubai have got people living in Ajman. So they drive down from Ajman, they work there, and they go back in the evening. So traffic. സർ എവിടെയാണ് UAE എഡ്രൂട്ട്സിന്റെ ഓഫീസ് വരുന്നത്? We have in Burjuman, near to Burjuman. Okay. It's a very non office ആണ്. Burjuman mall, Burjuman station ഒക്കെ ഉണ്ട്, അതിൻ്റെ അടുത്താണ് ഓഫീസ് വരുന്നത്. So they plan accordingly. And expenses I would say ഒരു സ്റ്റുഡൻറ്റ് ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് ഷെയർഡ് ആയിട്ടൊക്കെ നിൽക്കുക, അല്ലെങ്കിൽ ഒരു ഷെയർഡ് റൂമിലൊക്കെ നിൽക്കുകയാണെങ്കിൽ it can come around 1,500 to 2,000 dirhams in a month. ഇത് മിനിമം ആണ്. ഐ വോണ്ട് സേ ഇറ്റ്സ് എ ലക്ഷറി സ്റ്റേ ഒന്നുമല്ല. ആൻഡ് ആസ് എ ടോൾ ഇറ്റ്സ് ടോപ്പ് ഫിനാൻഷ്യൽ ഹബിൽ ഒരു ഹബ്ബാണ് ദുബായ്. സോ ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. സോ നമ്മൾ ഈ ക്ലാസ്സുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വീക്കിൽ എത്ര ദിവസം ക്ലാസ് ഉണ്ടാവും? ലൈക്ക് ക്യാൻ ദേ അറ്റൻഡ് ഇറ്റ് ഫ്രം ദ they can divide it like that, online and offline? ഒരു ഗ്ലോബൽ വർക്കിംഗ് ക്ലാസ് അവേഴ്സ് ഉണ്ട്. It's what I have seen that it's a global scenario, class hours for every country kind of thing. It's between 18 to 25 hours in a week. It's not always lectures മാത്രമല്ല, ലെക്ചേഴ്സുകളുണ്ടാവും, ഗ്രൂപ്പ് സ്റ്റഡീസ്, ഡിസ്കഷൻസ്, ലൈബ്രറി സ്പെൻഡ്, അല്ലെങ്കിൽ നമ്മൾ ഓണായിട്ടുള്ള അസൈൻമെൻറ്റ്സ് ചെയ്യുന്ന രീതിയിലൊക്കെ വരും. സോ ഇറ്റ് ചേഞ്ചസ് ഫ്രം കൺട്രി ടു കൺട്രി. അപ്പോൾ ഇപ്പോൾ UAE തന്നെ പറയുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് ഹാവ് ഓപ്ഷൻസ് ടു ഡു ദേ ക്ലാസ്സസ് ഇൻ ദി ഈവനിങ് ബാച്ച്. 6 to 9 വർക്ക് ചെയ്യാൻ ക്ലാസ്സസ് അറ്റൻഡിൻ്റെ ചാൻസസ് ഉണ്ട്. സോ യൂണിവേഴ്സിറ്റീസ് ആർ ഓപ്പൺ അറ്റ് ടൈംസ് ഫ്രം 8 to 9 കൈൻഡ് ഓഫ് ഡേ, മോർണിംഗ് മുതൽ ഉണ്ടാവും. ഇത് മാസ്റ്റർ സ്റ്റുഡൻസിൻ്റെ കാര്യമാണ്. മാസ്റ്റർ സ്റ്റുഡൻസ് ക്യാൻ ഹാവ് എ ഫ്ലെക്സിബിൾ തിങ്. സോ ഇതൊരു ഗുണമാണ് അവർക്ക്, കാരണം മോർണിംഗ് ദേ ഫ്രീ, ദേ ക്യാൻ ഗോ ഫോർ ജോബ്സ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന UAE വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി ദേ ക്യാൻ ചൂസ്. അവർക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ചൂസ് ചെയ്യണം കോഴ്സസ് വിച്ച് റൺസ് ഇൻ ദ ഈവനിങ് ബാച്ചസ്. ഡ്യൂറേഷൻ നീണ്ടുപോകുമോ അപ്പോൾ നോർമൽ? ഇല്ല, they'll have every day classes, like weekdays classes ഉണ്ടാവും, 5-day classes. So it will cover 3 hours into 15 hours, and rest you have to spend with the library kind of things and all. As I told, 15 to 18 മണിക്കൂർ ആവും. അത് 18 to 25 മണിക്കൂറാണ് ഒരു അക്കാഡമിക് വീക്കിൽ ക്ലാസ്സസ് അല്ല, സ്റ്റഡി ടൈം വരുന്നത്. സോ മാസ്റ്റേഴ്സിന് അത് കുറയും, അണ്ടർ ഗ്രാജുവേറ്റ്സിന് കുറച്ച് കൂടും. അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് നമുക്ക് ആ വൈകിട്ട് സെഷൻസ് ബുദ്ധിമുട്ടായിരിക്കും, ബിക്കോസ് ദിൽ ഹാവ് ബിറ്റ് മോർ ടു ലേൺ. ദിൽ ഹാവ് എ റെഗുലർ ക്ലാസ്സസ്. ആ റെഗുലർ ക്ലാസ്സസിൻ്റെ ഇടയിലുള്ള സമയങ്ങളിൽ ദേ ക്യാൻ ഫ്രീ ബ്രേക്സ്, ഹോളിഡേയ്സ്, ആ സമയത്തൊക്കെ അവർക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ വാട്ട് അബൌട്ട് വീക്കെൻഡ്സിന് വേണ്ടി മാത്രം അങ്ങനെ എന്തെങ്കിലും ബാച്ചോ സംതിങ് ലൈക്ക് ദാറ്റ്? ഫുൾ ടൈം ജോബ്സിനാണ് വിസ കൊടുക്കുന്നത്, ഫുൾ ടൈം സ്റ്റഡീസിനാണ് ഇത് കൊടുക്കുന്നത്. സോ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻ UAE.
സോ അവർക്ക് പാർട്ട് ടൈമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ അത് അവൈലബിൾ ആണെങ്കിൽ മേ ബി ദേ ക്യാൻ ട്രൈ ഇൻ ദ വീക്കെൻഡ്സ് ആസ് വെൽ. സോ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കാർ ദേ ട്രൈ ടു കംപ്ലീറ്റ് ദ സ്റ്റഡീസ് വിത്തിൻ ദിസ് ഈവനിങ് അവേഴ്സ്. കാരണം നമ്മൾ എന്തായാലും മെനക്കെടുന്നുണ്ടെന്ന് യു ആർ വർക്കിംഗ് ഫോർ 5, 7, 8 hours ഇൻ എ ഡേ. കാരണം ഏർലി സ്റ്റാർട്ട് ചെയ്യുന്ന പല കമ്പനീസുമാണ്. സ്റ്റാർട്ട് അറ്റ് 8:30, 9 o'clock in the morning. You finish by 3, 4 or something. Even you take a break, you can start a class in 6 and 9. കഴിയും. അപ്പോൾ weekends you can literally take an off if you are focusing on your career. ഇനി അതല്ല പഠനം മാത്രമാണ് ഫോക്കസ് ഉണ്ടെങ്കിൽ focus on this, and mornings you can have a part time job, സർവൈവൽ ജോബുകൾ ചെയ്ത് മുന്നോട്ട് പോകാം ഫോർ എ മാസ്റ്റർ സ്റ്റുഡൻറ്റ് ആ രീതിയിൽ. സോ നമ്മൾ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര ഫാസ്റ്റാണ് അവിടുത്തെ ആപ്ലിക്കേഷനും വിസ പ്രോസസ്സിങ് എല്ലാം. സോ കമ്പയർഡ് ടു വെസ്റ്റേൺ കൺട്രീസ്. യാ സി നിങ്ങളിപ്പോൾ ഒരു വന്നിട്ട് ഇപ്പോൾ ബിജോയിനോട് പറയാണ് ഷമീർ ഐ നീഡ് ടു ഗോ ടു UAE ഫോർ എ ഹയർ സ്റ്റഡീസ് എന്ന് പറയുകയാണെങ്കിൽ യു ചൂസ് എ യൂണിവേഴ്സിറ്റി, യുവർ തിങ്സ് ആർ റെഡി, യുവർ ഫിനാൻസ് ആർ റെഡി, മേ ബി യു ക്യാൻ ഫ്ലൈ വിത്തിൻ എ മന്ത്. കാരണം ഡിപ്പെൻഡിങ് ഓൺ ദി യൂണിവേഴ്സിറ്റി യു ചൂസ്. ഓക്കെ, അത് യൂണിവേഴ്സിറ്റി ഇപ്പോൾ നമ്മൾ ഇന്ന് അപ്ലിക്കേഷൻ ഡ്രോപ്പ് ചെയ്താൽ ദർ ആർ യൂണിവേഴ്സിറ്റീസ് വി ക്യാൻ ഗെറ്റ് ഓഫേഴ്സ് വിത്തിൻ ഡേയ്സ്, വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ്. അത് മുതൽ 5 weeks 6 weeks വരെ എടുക്കുന്ന യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അസസ്മെൻറ്റ് ലോങ്ങർ പീരീഡ് ഓഫ് ഒരുപാട് ലാഗ്സ് ഉണ്ടാവും അവർക്ക്, അല്ലെങ്കിൽ പ്രോസസ്സ് കുറേ സമയം എടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൺസ് യു ഗെറ്റ് എൻ ഓഫർ ലെറ്റർ, യു പേ ദ ഇനീഷ്യൽ ഡെപ്പോസിറ്റ്, വിസ ഫീ ഒക്കെ പേ ചെയ്താൽ ഇറ്റ്സ് റെസ്പോൺസിബിൾ ഓഫ് ദ യൂണിവേഴ്സിറ്റി ടു അപ്ലൈ ഫോർ ദ വിസ. അവരാണ് നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് Is it the same procedure for other countries? അല്ല, അല്ല. അതർ കൺട്രീസ് വി ഹാവ് ടു അപ്ലൈ ഫോർ യുവർ വിസ. ഓക്കെ. ഇപ്പോൾ യു ടേക്ക് ഓസ്ട്രേലിയ എടുക്കുകയാണെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ കിട്ടി, നമ്മൾ ഫീ ഒക്കെ അടച്ചു കഴിഞ്ഞു, നമ്മളെ ഫിനാൻഷ്യൽസൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫീ ഒക്കെ അടച്ചിട്ട് വി ഹാവ് ടു ആസ് എ അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് വി ഹാവ് ടു അപ്ലൈ ഫോർ ദ സ്റ്റുഡൻസ്. അപ്പോൾ സ്റ്റുഡൻറ്റിന് ഓൺ ബിഹാഫ് ഓഫ് സ്റ്റുഡൻറ്റ് നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് വി ഹാവ് ടു വെയിറ്റ് ഫോർ ദ റിസൾട്ട്. ആ വിസ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റി അറിയിക്കും വിസ വന്നിട്ടുണ്ട്. ടൈം കൺസ്യൂമിങ് പ്രോസസ്. UAE ആണെങ്കിൽ യൂണിവേഴ്സിറ്റി ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഇൻ അപ്ലൈയിങ് ഫോർ ദ വിസ ബിക്കോസ് ദേ ആർ സ്പോൺസറിങ് യു. അങ്ങനെ ആ വിസ കിട്ടിക്കഴിഞ്ഞാൽ ദേ വിൽ ഇൻറ്റിമേറ്റ് ദ സ്റ്റുഡൻറ്റ് ആൻഡ് അസ്, ദെൻ യു ഗെറ്റ് യുവർ വിസ, യു ഫ്ലൈ. UAE വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 2 ആഴ്ച മുതൽ 3 ആഴ്ചയൊക്കെ വരാറുണ്ട്. ബട്ട് തിങ്സ് ക്യാൻ ബി ഫാസ്റ്റർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻടേക്സ് യു ആർ ഗോയിങ്. കാരണം ബിസി സമയമാണെങ്കിൽ 1 മാസം 1.5 മാസം കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് ഇഫ് യു ആർ റെഡി. സാർ, ഇപ്പോൾ നമ്മൾ പല കൺട്രീസ് നോക്കുമ്പോൾ ചില കൺട്രീസ് ചില പർട്ടിക്കുലർ കോഴ്സുകൾക്ക് ഫേമസ് ആണ്. ഇപ്പോൾ നമ്മൾ അയർലൻഡ് എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഫേമസ് ഫോർ AI, ഫാർമക്കോളജി, അതിനൊക്കെ. സ്വിറ്റ്സർലൻഡ് എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഫേമസ് ഫോർ ഹോസ്പിറ്റാലിറ്റി കോഴ്സസ്. UK എടുക്കുകയാണെങ്കിൽ ലൈക്ക് മാനേജ്മെൻറ്റ് ആൻഡ് STEM സബ്ജക്ട്സ് ഒക്കെ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന് UAE ഫേമസ് ആണോ? അല്ല, ബിജോയ് പറഞ്ഞത് ഇപ്പോൾ ആ കൺട്രീസ് ആർ ഫേമസ് ഫോർ ദാറ്റ്, ബട്ട് ദേ ഡോണ്ട് ജസ്റ്റ് ഓൺലി ടീച്ച് ദാറ്റ്. അങ്ങനെയുണ്ടല്ലോ ഇപ്പോൾ അങ്ങനെ ഇതുണ്ട്. കാരണം അത് എന്തുകൊണ്ടാണ് വെച്ചാൽ ദിയർ ഇൻഡസ്ട്രി, ദിയർ എക്കണോമി ഈസ് കണക്റ്റഡ് ടു ദാറ്റ് ഇൻഡസ്ട്രി. ഇപ്പോൾ യു ടേക്ക് യു ടോൾഡ് അബൌട്ട് ഫാർമസി ഇൻ അയർലൻഡ്. So if you take big giants of pharmaceutical industry, they have a base in Ireland. So അവിടെ ഒരുപാട് റിസർച്ച്, ഡ്രഗ് റിസർച്ച്, ഡിസൈനിങ്, ഒരുപാട് അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ്, അതിൻ്റെ R&D ഒക്കെ നടക്കുന്ന അവിടെ ഉണ്ട്. സോ അവിടെ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ആൾക്കാർ വേണം. ആ ആൾക്കാർ വേണമെങ്കിൽ അവിടുത്തെ കൺട്രി അതിന് പാകത്തിലുള്ള അക്കാഡമിയെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടുത്തെ കൺട്രി ഗവൺമെൻറ് വിൽ പുഷ് ദ യൂണിവേഴ്സിറ്റി ടു provide these kind of people, these kind of academia, so that people can learn and be part of the industry. So industry boost ചെയ്യുന്ന ഏതൊരു സംഗതിയും ഏതൊരു സെഗ്മെൻറ്റും അക്കാഡമി രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കൺട്രീസാണ് അതൊക്കെ. ഈ ടോൾ അബൌട്ട് സ്വിറ്റ്സർലാൻഡ്, ഹോസ്പിറ്റാലിറ്റി എന്ന് പറയും. We have people who went to Switzerland for education. They've been hired by US hospitality company. They're working in US, they're working in Europe. ഉണ്ട്.
So hospitality industry, they come to Switzerland to hire. So they know that. So അവർ ദ ബെസ്റ്റ് ആക്കാൻ ട്രൈ ചെയ്തു. ഇതേപോലെ എല്ലാ കൺട്രിക്കും പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല എന്നല്ല. അപ്പോൾ ജർമ്മൻ ഓട്ടോമൊബൈലിന് ആൾക്കാർ പെട്ടെന്ന് ഓടി വരും. പക്ഷേ ദേ ആർ നോട്ട് ജസ്റ്റ് ഫോക്കസിങ് ഓൺ ദാറ്റ്, ദേ ഹാവ് IT, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ UAE ഇതേപോലെ തന്നെ 20 years back they didn't have such kind of thing, but they slowly did it. അപ്പോൾ അവർ ഓയിൽ ഗ്യാസ് എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ഓയിൽ ഗ്യാസ് ഭയങ്കര ഇമ്പോർട്ടൻസ്, കൺസ്ട്രക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അതിന് സാധ്യതകൾ കൂടുതലുണ്ട്. സിവിൽ എഞ്ചിനീയറിങ്, കൺസ്ട്രക്ഷൻ, അതിൽ ആർക്കിടെക്ചർ, അതിന് സാധ്യതകൾ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ അവർ ദേ ഫൈൻഡിങ് ന്യൂ വേസ് ഔട്ട്. ഇപ്പോൾ ലോജിസ്റ്റിക്സ്, ഇറ്റ്സ് ഹ്യൂജ് ഇൻ Huge. So one of the biggest port in the world, അല്ലെങ്കിൽ യൂറോപ്പിനെയും ആഫ്രിക്കനെയും ഏഷ്യനെയും കണക്ട് ചെയ്യുന്ന, ഇറ്റ്സ് എ ട്രയാങ്കിൾ. ജബൽ അലി. അതിൻ്റെ സെൻട്രൽ നിൽക്കുന്ന UAE ആണ്. ആൻഡ് സോ ലോജിസ്റ്റിക്സ് പോസിബിലിറ്റീസ് ആർ ഇമ്മെൻസ്. സോ സ്റ്റഡിയിങ് ലോജിസ്റ്റിക്സ് ഇൻ UAE will fetch you it's contributing to the economy. അപ്പോൾ അതുപോലെ തന്നെ കറൻ്റ്ലി ദേ ഫോക്കസിങ് ഓൺ ഫിൻടെക്, ഫിനാൻസ് ഓൾറെഡി ഉണ്ട്, ഫിൻടെക് ഉണ്ട്. ദേ ഫോക്കസിങ് ഓൺ AI. സോ കമ്പ്യൂട്ടർ സയൻസ്, AI, റോബോട്ടിക്സ്, ഇതൊക്കെ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരുപാട് സാധ്യത ഉണ്ട്. ലോട്ട് ഓഫ് ഫോക്കസിങ് ഓൺ ഫാർമക്കോളജി, ബയോടെക്നോളജി. പെർട്ടിക്കുലർലി ബയോടെക്നോളജി പറയുമ്പോൾ ഇതിൻ്റെ എല്ലാ ബ്രാഞ്ചസും കയറി വരുന്നുണ്ട്. yesterday also we had a discussion about the same thing. നമ്മൾ ഞാൻ പറഞ്ഞ ഡെസേർട്ട് അഗ്രികൾച്ചർ, വാട്ടർ പ്യൂരിഫിക്കേഷൻ, ക്ലൈമാറ്റിക് ചാലഞ്ചസിനെ എങ്ങനെ ചെയ്യുക. അപ്പോൾ മരുഭൂമിയിലൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. യു ഗോ ടു UAE now, you feel like they are doing magic in the deserts. So ഇതിൻ്റെ മേൽ റിസർച്ച് ചെയ്യണം, ഇതുമേലെ ഫണ്ട് ചെയ്യണം. അപ്പോൾ ഇതിന് നമുക്ക് ആൾക്കാർ വേണം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നുണ്ട്. ദേ ഹാവ് സ്റ്റാർട്ടഡ് ദീസ് കോഴ്സസ് ഇൻ UAE universities and telling the university to start these kind of programs so that their next generation is being educated from the same country. They know the culture and they do it. So ഇങ്ങനെ ഒരുപാട് സെഗ്മെൻറ്റ്സ് UAE-ലുണ്ട്. സോ AI ഡെഫിനറ്റ്ലി, ലോജിസ്റ്റിക്സ്, ഫിൻടെക്, ബിസിനസ്, ഫിനാൻഷ്യൽ സെഗ്മെൻറ്റ്, പെർട്ടിക്കുലർലി ഇൻവെസ്റ്റ്മെൻറ്റ്, ആ രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഡെഫിനറ്റ്ലി MBA ഗ്രാജുവേറ്റ്സിന് സാധ്യതകൾ കൂടുതലുണ്ട്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ജസ്റ്റ് ഫ്രഷേഴ്സ് MBA, ബട്ട് എക്സ്പീരിയൻസ് MBA ഗൈസ് ക്യാൻ ഡു. ഇതൊക്കെ പറയുന്നത് ഓക്കെ, യു ഗോ ദേ യു ഗെറ്റ് 20,000 ദിറംസ് 30,000 ദിറംസ് കിട്ടും എന്നേം പറയുന്നില്ല. You start very slow. You might be fetching a job with 3K, 3.5K, even less than that, 2.5K തുടങ്ങുന്നുണ്ട്. But you find the right employee, you enhance your skills within the period. കോഴ്സ് സ്റ്റുഡൻസ് എപ്പോഴും ഞാൻ ഈ കോഴ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ആയി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. വി ഹാവ് ടു ഒരു മാസ്റ്റേഴ്സ് ചെയ്യുമ്പോഴും ഡിഗ്രി ചെയ്യുമ്പോഴും അഡീഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തം കൂടെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു ഗ്രോ. നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സ്റ്റുഡൻസ് ആർ നോട്ട് സ്റ്റിക്കിംഗ് ഓൺ ടു എ പർട്ടിക്കുലർ ഫീൽഡ്. ഇപ്പോൾ ദേ ആർ ഫേസിങ് സം ചാലഞ്ചസ്, സഡൻലി ദേ ആർ ഷിഫ്റ്റിംഗ് ടു സം അതർ ഫീൽഡ് ടോട്ടലി അൺറിലേറ്റഡ് ടു വാട്ട് ദേ ഹാവ് സ്റ്റഡീഡ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് നിന്നാൽ തന്നെ ദേ കുഡ് ബി ഓപ്പർച്യൂണിറ്റീസ് അവൈറ്റിംഗ്. ഐ വോണ്ട് സേ ദാറ്റ് നമ്മൾ ശരിയാവും എന്നാണ് നിൽക്കുന്ന രീതിയുണ്ട്. ഇറ്റ്സ് നോട്ട് ബാഡ് ടു ചേഞ്ച് എ കോഴ്സ്. ലൈക്ക് നമ്മൾ it is a choice of the person or the circumstances of the person. ഇപ്പോൾ ബിജോയിന് സാഹചര്യമുണ്ട്, ലൈക്ക് ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക് ഫ്രം ദിസ് തിങ്, ഞാനൊരു പുതിയ കോഴ്സ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു സെഗ്മെൻറ്റിലോട്ട് പോകാം. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് എഫക്റ്റ് യുവർ പേഴ്സണൽ ലൈഫ് ആൻഡ് യുവർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. പീപ്പിൾ can make changes. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ സ്ട്രഗിൾ. ഇറ്റ്സ് നോട്ട് ദാറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. ഇപ്പോൾ ഐ ഹാവ് സ്റ്റുഡൻസ് ഹു ഹാവ് ഫിനിഷ്ഡ് എഞ്ചിനീയറിംഗ്, ഗോൺ ഫോർ സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് പോയ ആൾക്കാരുണ്ട്. അതേപോലെ I've got students came for engineering program, doing nursing programs. അപ്പോൾ അങ്ങനെ മാറുന്ന ആൾക്കാരുണ്ട്. ബട്ട് is it a very good reason to do it? അത് റീസൺ ജെനുവിൻ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സോ അറ്റ് ടൈംസ് പീപ്പിൾ ഗെറ്റ് ഇൻസ്പിറേഷൻ ഫ്രം അതേഴ്സ്. ഷമീറിന് സക്സസ്ഫുൾ ആയതുകൊണ്ട് ബിജോയ് എടുക്കണം നിർബന്ധമല്ല. സോ അങ്ങനെ ഒരു ഇൻസ്പിറേഷണൽ തോട്ടിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ ഡിസിഷൻ ക്യാൻ ബി റോങ്. കാരണം ഐ മേ ബി എ ടെക്നിക്കൽ ഗായ്, ബട്ട് യു മേ ബി another
സ്കില്ലായിരിക്കും നിനക്ക് ഉണ്ടാവുക. സോ പാഷൻ ആണെങ്കിൽ ഇഫ് യു ഫൈൻഡ് ദാറ്റ് ദിസ് ഈസ് മൈ പാഷൻ, ദിസ് ഈസ് വാട്ട് യു വോണ്ട് ടു ഡു, വാട്ട് എവർ യു ഡു, മേക്ക് ദാറ്റ് യുവർ പാഷൻ എന്ന് പറയും. സോ ഐ ഹവ് സീൻ സ്റ്റുഡൻസ് ഹു ഹാവ് പീപ്പിൾ ഹു ഹാവ് വിത്തിൻ 25 ഇയേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ 3-4 സെഗ്മെൻറ്റ്സ് മാറിയിട്ടുണ്ടാവും. ആൻഡ് യു ഹാവ് ടു ഗിവ് ടൈം ഫോർ ഇറ്റ്. സോ ഒരു ജോബിനായിക്കോട്ടെ ഒരു ഓൺടർപ്രണർഷിപ്പിനായിക്കോട്ടെ ദർ ഇസ് സെർട്ടൻ ടൈം ഫോർ ഇറ്റ്. ഇപ്പോൾ ഒരു വർഷം ബിസിനസ് റൺ ചെയ്തിട്ട് ഓക്കെ ബിസിനസ് ഒന്നും ശരിയാവുന്നില്ല, ലെറ്റ് മീ ഗോ എന്ന് പറഞ്ഞാൽ മേ ബി എഡ്രൂട്ട്സ് ഉണ്ടാവില്ല. അപ്പോൾ ദ സെയിം വേ ഒരു സ്റ്റുഡൻറ്റിന് ട്രൈ ചെയ്ത് നോക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദാറ്റ് ടു നോട്ട് 1 year. I would say at least 3 to 5 years. Yeah. And individually, it differs from person to Yeah, person. person to person. Yeah. As you said, circumstances, aptitude. Yeah. അതൊക്കെ പല റീസൺസും ഉണ്ട്. ഇതന്നെയാണോ വിജയ് ഉദ്ദേശിച്ചത്? യെസ് യെസ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ അക്കാഡമിയ ഇൻഡസ്ട്രി ജോബ് ലിങ്ക് സാർ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ കോഴ്സസ് നമ്മളിപ്പോൾ UAE എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ UAEയിൽ ഇപ്പോൾ അടുത്തൊരു 5-10 ഇയേഴ്സിൽ ഇന്ന കോഴ്സ് പഠിച്ചാൽ യു കുഡ് ഫൈൻഡ് ജോബ് അല്ലെങ്കിൽ യു കുഡ് പ്രോസ്പർ ഇൻ ദാറ്റ് സെക്ടർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് സെക്ടേഴ്സ് അല്ലെങ്കിൽ കോഴ്സസ്? As I told, finance, fintech, it's a lot of opportunities. Logistics, bachelor's, master's, whatever thing. അതിൽ തന്നെ പല സെഗ്മെൻറ്റ്സ് ഉണ്ട്. പ്രൊക്യൂർമെൻറ്റ് മാനേജ്മെൻറ്റ്, ഷിപ്പിംഗ്, ട്രാൻസ്പോർട്ടേഷൻസ്, കൈൻഡ് ഓഫ് ലോജിസ്റ്റിക്സിൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട്. ദെൻ AI, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ് പ്രോഗ്രാംസുകളും മാസ്റ്റർ പ്രോഗ്രാംസുകളുണ്ട് വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ സയൻസ് സെഗ്മെൻറ്റ്. ഇതുകൂടാതെ ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് ആൻഡ് അതർ സെഗ്മെൻറ്റ്സ് ലൈക്ക് I would say is that biotechnology, അതിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഫാർമക്കോളജിയും സയൻസിൽ വരുന്നുണ്ടത്. ബട്ട് ബയോടെക്നോളജി, ബയോമെഡിക്കൽ, എൻജിനീയറിങ് ഇതിനൊക്കെ ഒരുപാട് സാധ്യതകൾ വരുന്നുണ്ട്. വൈ? ബിക്കോസ് they are strongly investing in this. ഇത് കൂടാതെ ഡെഫിനറ്റ്ലി ക്രിയേറ്റീവ് പീപ്പിൾ സാധ്യതകളുണ്ട്. യു ഷുഡ് ഹാവ് എ ലൈസൻസ് ടു ബിക്കം എ ഇൻഫ്ലുവൻസർ ഇൻ UAE. സോ ഐ വാസ് എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് ഒരു അക്കാഡമി അവർ സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു ഈ ട്രാവൽ ഇൻഫ്ലുവൻസസിന് വേണ്ടി. they have a zone. They can set up a virtual office over there. They can have meetings over there. They can have a creative space over there to have this and all. So they have licenses for influencers. അപ്പോൾ ഇറ്റ്സ് എ സീരിയസ് ജോബ് ഓവർ ദെയർ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോൾ ബേസ്ഡ് ഇൻ ദുബായ് ആണ്, UAE ആണ്. ഇഫ് യു ലുക്ക് അറൗണ്ട്, ഐ ഡോണ്ട് വാണ്ട് ടു നെയിം ദം ബട്ട് എ ലോട്ട് ഓഫ് ദം ആർ ദെയർ. സോ ഇങ്ങനെ ഒരു സ്പേസ് അവിടെ ഉണ്ട്. സോ ടൂറിസം ഇൻഡസ്ട്രിയും ഇവന്റ് മാനേജ്മെന്റ്, ടൂറിസം മാനേജ്മെന്റ്, അതൊക്കെ ഒരുപാട് സാധ്യതകൾ ഉണ്ട് അതിൽ. സർ അതുപോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്റേൺഷിപ്സിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ യൂണിവേഴ്സിറ്റീസ് കൊടുക്കുന്നുണ്ടോ ഈ പറഞ്ഞ ഇൻഡസ്ട്രീസിൽ? സോ ആസ് ഇറ്റ് എ സ്മോൾ കൺട്രി, ഇൻഡസ്ട്രിയുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് അധികം യൂണിവേഴ്സിറ്റീസും അധികം കോളേജസും. ഐ എം നോട്ട് ടോളിങ് എവ്രി വൺ ഈസ് കണക്റ്റഡ്, ബട്ട് പ്രോമിനൻറ്റ് യൂണിവേഴ്സിറ്റീസും പ്രോമിനൻറ്റ് കോളേജസും ഇവൻ ഇറ്റ്സ് എ പ്രൈവറ്റ് ഓർ പബ്ലിക് ഏതും ആയിക്കോട്ടെ, ദേ ആർ കണക്റ്റഡ് വിത്ത് എ ലോട്ട് ഓഫ് ഇൻഡസ്ട്രീസ്. സോ particularly into finance, banking, real estate, oil, gas, then hospitality industry, startups, a lot of startups, IT startups, whatever startups, AI related all startups. So university do help our students to connect with employers and do it. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്തു ദുബായ് ഇൻ്റർനാഷണൽ അക്കാഡമിക് സിറ്റി. സോ ഇതിന് അഡ്ജസൻ്റ് ആയിട്ട് ദർ ഇസ് എ ഹബ്, IT ഹബ് ഉണ്ട് ദുബായ്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ നെയിം ഓഫ് ഇറ്റ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ദുബായ് OIS, സംതിങ് ലൈക്ക് ദാറ്റ്. സോ അവിടുത്തെ മെയിൻ റിക്രൂട്ട്സ് നടക്കുന്നത് ഈ 27 യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ഹാവ് എ ഡിഗ്രി യു ഗെറ്റ് എ ജോബ്. നോ, അത് വിട്ടു പോയിട്ടുണ്ട്, അത് എന്നോ പോയിട്ടുണ്ട്. യു ഷുഡ് ഹാവ് അഡീഷണൽ സ്കിൽസ്, യു ഷുഡ് ഹാവ് technical skills, you should have a മാച്ചിങ് ദ റിക്വയർമെന്റ്സ് മാച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു മൾട്ടിപ്പിൾ സ്കിൽസ് ലെവൽ വേണം നമുക്ക്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഒക്കെ ഒരുപാട് ഇപ്പോൾ കൂടുന്നുണ്ട് വരുന്നത്. സർ അതുപോലെ സ്റ്റുഡൻസിന് എത്രത്തോളം സേ ഉണ്ട് അവരുടെ ആ ഒരു കോഴ്സിൻ്റെ കരിക്കുലം ഡിസൈനിങ്ങിന്? ഇപ്പോൾ നമുക്ക് പല വെസ്റ്റേൺ കൺട്രീസിലും അത് കാണാം. ദേ ക്യാൻ ഡിസൈൻ, ദേ ക്യാൻ മിക്സ് അപ്പ് ടോട്ടലി അൺറിലേറ്റഡ് സബ്ജക്ട്സ്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി UAE യിലുണ്ടോ? യു ടോക്കിംഗ് അബൌട്ട് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് മിക്സ് ചെയ്യാനുള്ളതാണ്. സി
See, ഒരുപാട് I was reading about a university. I don't want to tell which university and which country is that. ഒരുപാട് ആ യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദേ ആർ ക്യാൻസലിംഗ് ദർ 30 almost 30 programs. Okay, 30 programs ആൻഡ് അതിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് പോകുന്നുണ്ട്, because there are no takers. നോ ടേക്കേഴ്സ്. അപ്പോൾ ആ കോഴ്സ് ഞാൻ ലിസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇൻ മെനി വേ ഇങ്ങനെ ക്രിയേറ്റീവ് കോഴ്സസ് ആയിട്ട് കണക്ട് ആവുന്നുണ്ട്. പ്ലസ് ചില ടെക്നിക്കൽ കോഴ്സും ചില സയൻറ്റിഫിക് പ്രോഗ്രാംസും സയൻസ് പ്രോഗ്രാംസും അതിലുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. സോ ഇതിന് ആൾട്ടർനേറ്റീവ് പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ദേ ആർ നോട്ട് ടേക്കിംഗ് ദിസ്. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ റിപ്പോർട്ട് വായിച്ചപ്പോൾ ദേ ആർ വൈൻഡിങ് അപ്പ് എ ഹോൾ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ആ ഡിപ്പാർട്ട്മെൻറ്റ് സ്പേസ് ഇസ് ബീൻ ടേക്കൻ ബൈ ബിസിനസ് Other demanding fields, എടുത്ത പോലെ. So Dubai is a country where they wanted to have students. ട്രഡീഷണൽ യൂണിവേഴ്സിറ്റീസ് അല്ല. ഇതെന്തുകൊണ്ട് ഇത് ഒഴിവാക്കുന്നു വെച്ചാൽ ദീസ് യൂണിവേഴ്സിറ്റീസ് ഫോർ ഡെക്കേഡ്സ് ഓർ സെഞ്ചുറീസ്. ആ യൂണിവേഴ്സിറ്റി അന്ന് തുടങ്ങിയതാണ്, അതങ്ങനെ കണ്ടിന്യൂ ചെയ്തിങ്ങനെ പോവാണ്. പിള്ളേരെ കിട്ടിയിരുന്നു. ഇവഞ്ച്വലി ഇത് കുറഞ്ഞപ്പോൾ ദേ ഷിഫ്റ്റഡ് ഇറ്റ്. ദുബായ് ഇസ് എ ന്യൂ region, UAE is a new country. they are teaching what they want. It's not that okay, let's teach Malayalam over there, അല്ലെങ്കിൽ let's teach dance over there എന്ന് പറയുന്നത് ഇല്ല, നമ്മൾ പറയുന്നില്ല. ആവശ്യക്കാരുണ്ട്, അതിൻ്റെ ആൾക്കാരെ നമുക്ക് ആവശ്യമുണ്ട്, എക്കണോമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ അതിൻ്റെ ആവശ്യം അനുസരിച്ചാണ് വരുന്നത്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് യു കണക്ട് എവറിത്തിങ്, അങ്ങനെ ഒരു ഓപ്ഷൻസ് നമ്മൾ കാണുന്നില്ല. വിച്ച് വി സീ ഇറ്റ് ഇൻ ഫോറിൻ US യൂണിവേഴ്സിറ്റീസ് പൊതുവെ ഉണ്ടാവാറുണ്ട്. യു ഡു എ സെമസ്റ്റർ ദെൻ യു ബ്രേക്ക് ആൻഡ് ഡു ഇറ്റ് എന്നുള്ളത്. പക്ഷെ അത് മറ്റ് കൺട്രിയിലില്ല. ഇപ്പോൾ യു ടേക്ക് UK, യു ഗോ ഫോർ എ കോഴ്സ്, യു ഡോണ്ട് വോണ്ട് ടു അത് കോഴ്സ് മാറുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡ്രോപ്പ് ദ കോഴ്സ്, യു നോ കം ബാക്ക്, ദെൻ യു ഹാവ് ടു ഗോ ബാക്ക്. സ്റ്റുഡൻസിന് ഒരു സേ ഇല്ല. അപ്പോൾ അത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടാണ് പോകുന്നത്. US അങ്ങനെയല്ല. US മാറ്റങ്ങളുണ്ട്. യു ഗോ ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. എഞ്ചിനീയറിംഗിന് പോയിട്ട് ഐ ഡോണ്ട് തിങ്ക് സോ ഇറ്റ്സ് നോട്ട് വർക്കിംഗ്, യു ഷിഫ്റ്റ് ടു മേ ബി സൈക്കോളജി അല്ലെങ്കിൽ ആർട്ട്, ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് നമുക്ക് UAE അങ്ങനെയല്ല. UAE ഐ എം നോട്ട് ടെല്ലിംഗ് ദാറ്റ് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ അവൈലബിൾ, ബട്ട് മെജോറിറ്റി യൂണിവേഴ്സിറ്റീസ് ഡോണ്ട് ഡു ദാറ്റ്. സോ അതിൽ നമുക്ക് കോഴ്സസ് ചൂസ് ചെയ്യാം. സോ മേ ബി X യൂണിവേഴ്സിറ്റി, Y യൂണിവേഴ്സിറ്റി ഉണ്ടാവും, സെയിം കോഴ്സസ് വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൊഡ്യൂൾസ് ഓവർ ദർ. ചിലതൊന്നും കൂടി ടെക്നിക്കൽ സൈഡ് ഫോക്കസ് ചെയ്താൽ, ചിലത് മാനേജ്മെൻറ്റ് സൈഡ് ഫോക്കസ് ചെയ്തായിരിക്കും, ചിലത് അക്കാഡമിയെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. സോ നമ്മളിപ്പോൾ അഡ്മിഷൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ ദർ ആർ ലോട്ട് ഓഫ് ടെസ്റ്റ് ലൈക്ക് IELTS, GRE, GMAT, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ടല്ലോ. സിമിലർ ടു ദാറ്റ് UAEക്ക് അങ്ങനെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ സിമ്പിൾ പ്രോസസ് തിങ് ആണ് UAE, ബട്ട് ദേ ഹാവ് എ മിനിമം റിക്വയർമെൻറ്റ് ഇൻ അക്കാഡമിക്സ്. ഫോർ ഇൻസ്റ്റൻസ് ലെറ്റ്സ് സേ പെർസെൻറ്റേജ്, ഒരു 50% അബവ് മാർക്കുള്ള ഒരാൾക്ക് എന്തായാലും UAE പഠിക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവൻറ്റ്സ് അണ്ടർ ഗ്രാജുവേറ്റ് മാസ്റ്റർ പ്രോഗ്രാമിന് പഠിക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ബട്ട് നോട്ട് എവറി യൂണിവേഴ്സിറ്റി അക്സെപ്റ്റഡ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച്, റാങ്കിങ് കൂടുന്നതനുസരിച്ച് ദ റിക്വയർമെൻറ്റ് വിൽ ഗോ ഹൈ. മിനിമം പെർസെൻറ്റേജ് 10-20% കിട്ടുന്ന സാഹചര്യം മുതൽ ഇറ്റ് വിൽ ഗോ അപ്പ് ടു 50% ഓഫ് യുവർ ട്യൂഷൻ ഫീയിൽ സ്കോളർഷിപ്പ് കിട്ടാൻ സാധ്യത ഉണ്ട് ഇഫ് യു ആർ ഹയർ മാർക്സിലുള്ളതാണെങ്കിൽ. സോ ദ ഫസ്റ്റ് തിങ് ഈസ് അക്കാഡമിക് പെർസെൻറ്റേജ്. സെക്കൻഡ് തിങ് ഈസ് ദ ലാംഗ്വേജ്. സോ ബിജോയ് പറഞ്ഞ പോലെ IELTS പോലത്തെ എക്സാംസ് അല്ലെങ്കിൽ PT, TOEFL പോലത്തെ ഇംഗ്ലീഷ് അസസ്മെൻറ്റ് എക്സാമിനേഷൻസ് ഉണ്ട്. വൈ ഇംഗ്ലീഷ് എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് ബീൻ ടോട്ട് ഇൻ ഇംഗ്ലീഷ്. medium of instruction in UAE, it's in English. So അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എക്സാമിനേഷൻസ് അസസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റീസ് വിൽ ഡിമാൻഡ് ഓക്കെ ഹൗ ഗുഡ് ആർ യു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള അസസ്മെൻറ്റ് ടെസ്റ്റുകളാണ്. പക്ഷേ യൂണിവേഴ്സിറ്റീസ് ആർ ഓക്കെ വിത്ത് ഓക്കെ ഈ ടെസ്റ്റ് കൊടുക്കണം നിർബന്ധം പോലുമില്ല. യു ഷുഡ് ജസ്റ്റ് പ്രൂവ് ദാറ്റ് നിങ്ങളെ ഫോർമർ എഡ്യൂക്കേഷൻ ഇംഗ്ലീഷിലായിരുന്നു എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി ടു ടേക്ക് ദി ടെസ്റ്റ്. ചില യൂണിവേഴ്സിറ്റിയിൽ ഇനി അത് ഉണ്ടെങ്കിൽ ചിലപ്പോൾ മാൻഡേറ്ററി ആവാറുണ്ട്. മാൻഡേറ്ററി IELTS വേണമെന്ന് പറയും. ഇപ്പോൾ ചില പ്രോഗ്രാംസുകൾക്ക് പുറത്തൊരു മെഡിക്കൽ പ്രോഗ്രാംസ്, അങ്ങനത്തെ പ്രോഗ്രാംസ് മെഡിസിനൊക്കെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലാംഗ്വേജ് വേണ്ടി വരും. സോ ഈ രണ്ട് റിക്വയർമെൻറ്റ്സ് ആണ് ബേസിക് റിക്വയർമെൻറ്റ്സ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് എവറി യൂണിവേഴ്സിറ്റി വാണ്ട്സ് ഇറ്റ്. അതാണ്
അട്രാക്ട് ചെയ്യുന്ന UAE-നെ. വാട്ട് അബൌട്ട് നമ്മളിപ്പോൾ ടോട്ടൽ ഫീസ് എടുക്കുമ്പോൾ അതിൽ റിഡക്ഷൻ വരാൻ മറ്റെന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ സ്കോളർഷിപ്സ് അല്ലാതെ? ഇപ്പോൾ സ്കോളർഷിപ്സ് ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ദ ഫീ റേഞ്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 25,000 ദിർഹംസ്, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി 4.55 lakhs-ൻ്റെ അടുത്ത് വരുന്ന ഫീ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് the same degree which you get in UK or Australia. Yeah, so അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേറെ ആയിരിക്കും. ഇറ്റ് വോണ്ട് ബി ദ യൂണിവേഴ്സിറ്റി, ഇറ്റ് മേ ബി ദ കോളേജ് ഓഫറിങ് എ യൂണിവേഴ്സിറ്റി ഡിഗ്രി ആയിരിക്കാം. ആൻഡ് ഇറ്റ് വിൽ ഗോ ഹൈ. 1,00,000 വരെ പോകുന്ന വരെ രീതിയിൽ വരാം. 1,00,000 ലക്ഷം വരുന്ന വരെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. വിത്ത് പ്രീമിയം യൂണിവേഴ്സിറ്റീസ് ഒക്കെ പോകുന്നുണ്ട്. ഒരു ആവറേജ് റേഞ്ച് എന്ന് പറയുന്നത് 25,000 to 50,000 ദിർഹംസ് ആണ്, വിച്ച് ഈസ് 4.5 lakhs മുതൽ നമുക്കൊരു 14 lakhs വരെയൊക്കെ വരുന്ന ഫീ സ്ട്രക്ചർ വരുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സോ അതാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഡിസ്കൗണ്ട്സ്, പറഞ്ഞ പോലെ ഡിസ്കൗണ്ട്സ്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡിസ്കൗണ്ട്സ്, ഇറ്റ്സ് അബൌട്ട് സ്കോളർഷിപ്പ്. ഇഫ് യു ഹാവ് എ ഗ്രേഡ്, പെർട്ടിക്കുലർ ഗ്രേഡ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 20%, 30%, 40% ഒക്കെ കിട്ടുന്ന യൂണിവേഴ്സിറ്റീസ്. ഇത് കൂടാതെ ചില യൂണിവേഴ്സിറ്റീസ് ഏർലി ബേർഡ് ഡിസ്കൗണ്ട്സ് കൊടുക്കാറുണ്ട്. സോ വോട്ട് യു മീൻ ബൈ ഏർലി ബേർഡ് എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൺ ടൈമിനുള്ളിൽ ഫീ അടക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കം അവർക്ക് കുറച്ച് കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കുന്ന രീതിയിൽ. സോ യു ആർ ഗെറ്റിംഗ് എൻ ഓഫർ. അവർ പറയും ഓക്കെ സോ ആൻഡ് സോ മന്തിൽ ഇന്ന ദിവസത്തിനുള്ളിൽ അടയ്ക്കുകയാണെങ്കിൽ യു ഗെറ്റ് എൻ അഡീഷണൽ എമൗണ്ട് എന്ന് പറയും. അതൊരു 2 lakhs മുതൽ ഓൾമോസ്റ്റ് ഒരു 4 lakhs വരെയൊക്കെ കിട്ടുന്ന സ്കോളർഷിപ്സ് ഉണ്ടാവാറുണ്ട്. US-ലോ UK-ലോ കാനഡയിലോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത്ര ഏർലി ബേർഡ് ഡിസ്കൗണ്ട്സ് അവിടെ ഉണ്ടെങ്കിൽ പോലും ഇത്ര ഒരു ലാർജർ എമൗണ്ട് കൊടുക്കാറില്ല. അല്ല, ഈ ഒരു റുപ്പിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 30,000 50,000 വരെയൊക്കെ ഉള്ളൂ ഏർലി ബേർഡ് ഡിസ്കൗണ്ട്സ് കിട്ടാറ്. ഡിപ്പെൻഡിങ്, ചില സമയങ്ങളിൽ 1,00,000 ഒക്കെ പോകാറുണ്ട്, അല്ലാത്ത പക്ഷമൊക്കെ അതിൽ കുറവായിരിക്കും. സർ, അതുപോലെ തന്നെ ഇപ്പോൾ ജർമ്മനിയിലൊക്കെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ, അപ്പോൾ അതുപോലെ UAE-ൽ അങ്ങനെ 100% ട്യൂഷൻ ഫീ ഇല്ലാത്ത? So public universities അല്ലെങ്കിൽ ഫെഡറൽ യൂണിവേഴ്സിറ്റീസ് at times don't entertain agents അല്ലെങ്കിൽ കൺസൾട്ടൻസ് ലൈക്ക് അസ്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യണം. അവിടെ ഫുൾ സ്കോളർഷിപ്സ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവും, ഓൺ മെറിറ്റ് ബേസിസ് അഗെയിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസിൽ അങ്ങനെ ഫുൾ സ്കോളർഷിപ്സ് 100% ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ സിനാരിയോ വരുന്നില്ല. ഓക്കെ, കൺട്രി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ്, തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, but not as big as Germany. I'm not telling every German public university is free. German almost like 400 institutions ഉണ്ട്, യൂണിവേഴ്സിറ്റീസ് ആൻഡ് അപ്ലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ 400+ ഉണ്ടാവും. അതിൽ ഒരുപാട് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിൽ തന്നെ മെജോറിറ്റി പബ്ലിക് യൂണിവേഴ്സിറ്റി ഫ്രീ എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഓൺലി ഫ്രം ഇന്ത്യ അല്ലേ. People will applicants from around the world and people will love to be there. സോ നമ്മൾ UAE പോലൊരു ഗ്ലോബൽ കൺട്രിയിൽ വന്നിട്ട് ഒരുപാട് നാഷണാലിറ്റീസ്, ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 150-ലധികം നാഷണാലിറ്റീസ് എന്നുള്ള സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തിപ്പെട്ടിട്ട് നമ്മൾ ആ ഒരു എൻവയോൺമെൻറ്റ്, അക്കാഡമിക്കലി ഔട്ട്സൈഡ് ക്യാമ്പസ് എൻവയോൺമെൻ്റ് ഒന്നും ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാതെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയ നഷ്ടമായിരിക്കില്ലേ നമുക്ക്? അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ സ്കിൽസ് ആണെങ്കിലും നമ്മുടെ ആ ഒരു നെറ്റ്വർക്കിംഗ് ആണെങ്കിലും എങ്ങനെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും? Can you give some tips? ബിജോ, ഇതൊരു പെർട്ടിക്കുലർ കൺട്രി ബേസ്ഡ് ആയിട്ടുള്ളൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അത് UAE ആയിട്ട് കണക്ട് ചെയ്ത് തന്നെ നമുക്ക് സംസാരിക്കാം. നമ്മൾ പലപ്പോഴും വി ഗോ ഫോർ അവർ സ്റ്റഡീസ്, നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും പഠനം കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷുവറിറ്റി കിട്ടും അല്ലെങ്കിൽ ജോബ് കിട്ടും എന്നുള്ളൊരു ചിന്താഗതിയിലുള്ളൊരു പാരൻറ്റ്സ് നമുക്കുണ്ടായിരുന്നു. യു സ്റ്റഡി, യു ഗെറ്റ് എ ജോബ്, അല്ലെങ്കിൽ യു ഗെറ്റ് യുവർ ഏർണിങ്സ് അല്ലെങ്കിൽ കരിയർ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. സോ അത് വെൽ അവെയർ ആണ് ഇപ്പോഴത്തെ ജനറേഷൻ. അതായത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് എൻ എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഇനി അറിയാത്തവരാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. കാരണം ഒരു മാസ്റ്റർ ഡിഗ്രി കൊണ്ടോ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി കൊണ്ടോ നമ്മൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് സെറ്റിംഗ് എ ലൈഫ് ഉറപ്പിക്കാൻ പറ്റില്ല. ബട്ട് ഹൗ ഡു വി സീ അവർ സെൽഫ് ഇൻ ഇറ്റ് എന്നുള്ളതാണ്. ഞാൻ എന്താണെന്നുള്ളതും ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനെ പിള്ളേർ എടുക്കുകയാണെങ്കിൽ ദേ ആർ നോട്ട് കൺസേൺ അബൌട്ട് ലൂസിങ് എ ജോബ്. ഇപ്പോൾ നമ്മളെ ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ പാരൻസിൻ്റെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെടുന്നത്
പേടിയായിരുന്നു. അതിൽ നിന്ന് സ്ലേവറിയിലോട്ട് ആൾക്കാർ ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അറ്റാച്ച്ഡ് ആയിരുന്നു. മോർ ദാൻ ഇമോഷണലി അറ്റാച്ച്ഡ് അത് നമ്മളെ പാരൻസ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഗ്രാൻഡ് പാരൻസ് ചിലപ്പോൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നതിലുപരി സർവൈവലായിരുന്നു. എനിക്ക് ഷെൽട്ടർ വേണം, അല്ലെങ്കിൽ 2 നേരം ഭക്ഷണം കഴിക്കാനുള്ള എന്തെങ്കിലും കിട്ടണം എന്നതിൻ്റെ പേരിൽ സ്ലേവറിലോട്ട് പോയിരുന്നു. അപ്പോൾ ഇത് മാറി നമ്മളെ പാരൻസ് എത്തിയപ്പോൾ ഓക്കെ, നമുക്ക് ഉണ്ട്, സോ ലെറ്റ്സ് നോട്ട് ടേക്ക് എ റിസ്ക്. ഇപ്പോൾ ഞാൻ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഐ ഹാവ് എ ബൈക്ക് ടു റൈഡ്, എൻ്റെ മക്കൾക്ക് ബസ്സിൽ പോകാനുള്ള കാശുണ്ട്, എനിക്കൊരു വീടുണ്ട്, സോ ഡോണ്ട് ടേക്ക് എ റിസ്ക് എന്ന് പറയുന്ന സാഹചര്യം വരും. അതിൽ നിന്നും മാറിയിട്ട് ഇപ്പോഴത്തെ ഒരു പിള്ളേരിലെന്ന് വെച്ചാൽ, പെർട്ടിക്കുലർലി കോവിഡിൻ്റെ സമയത്തിന് ശേഷം വേൾഡ് ഹാവ് ഗിവൻ എൻ ഓപ്പർച്യൂണിറ്റി ഫോർ എവറി വൺ ടു ഗെയിൻ മണി. അതായത് എങ്ങനെയെങ്കിലും സർവൈവൽ മണി ഉണ്ടാക്കാൻ സാഹചര്യങ്ങളുണ്ട്. അത് എന്താ ജോബ് ചോദിച്ചാൽ ഇപ്പോൾ പറയാൻ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ ജസ്റ്റ് യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുന്നതായിരിക്കും. ആയിരിക്കാം, ഡ്രോപ്പ് ഷിപ്പിംഗ് ആയിരിക്കാം, എന്തെങ്കിലും പ്രൊഡക്ട്സ് വിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ദേ ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ദ സർവൈവൽ അതിൽ നല്ല കൂടുതൽ ഇൻകം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് അപ്പോൾ ഇത് ഒരു പീപ്പിൾ ഓഫ് ഡൂയിങ് ദ സെയിം വേ. ബട്ട് ലാർജർ ചങ്ക് പീപ്പിൾ ഇപ്പോഴും ദ റിലേ ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ലെറ്റ്സ് ഫൈൻഡ് എ ജോബ് ആൻഡ് സേഫ് സോണിൽ പോകുന്ന ആൾക്കാരുണ്ട്. ഈ സേഫ് സോണിൽ ഇറ്റ്സ് ഹൈലി കോമ്പറ്റേറ്റീവ്. അപ്പോൾ ആ ഇതിൽ നമ്മൾ വി ഹാവ് ടു, നമ്മൾ പറയും വി ഹാവ് ടു സെൽ അവർ സെൽഫ് എന്ന് പറയും. ഐ ഹാവ് ടു സെൽ me, literally selling me. You have to convince other people that you are valuable. Yeah, I'm should be on limelight. ഇപ്പോൾ ഞാൻ എൻ്റെ CV കൊടുക്കുന്നത് ഞാനൊരാൾക്ക് എംപ്ലോയർ കൊടുക്കുമ്പോൾ ദിസ് ഇസ് മീ, ദിസ് ഇസ് വാട്ട് വി ഹാവ് ഡൺ എന്നുള്ളത് പറഞ്ഞ് ഞാൻ കൊടുക്കുമ്പോൾ അത് ഞാൻ ലൈംലൈറ്റിൽ വരണം, അത് ഷോക്കേസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഷോക്കേസ് ചെയ്യാൻ നമ്മൾക്ക് സ്പെഷ്യലായിട്ടൊന്നും ഇല്ലെങ്കിൽ വി സ്ട്രഗിൾ ടു ഫൈൻഡ് ജോബ്സ് ഇൻ ഇന്ത്യ. ഇതേ ആൾ നിങ്ങൾ വിദേശത്ത് പോവാണ്, അയാൾ അതേ നമ്മളെ സാഹചര്യം മാത്രമേ മാറുന്നുള്ളൂ, ബട്ട് വി ഹാവൻ ചേഞ്ച്ഡ്. ഇപ്പോൾ പീപ്പിൾ യൂസ് ടു സേ ഇന്ത്യയിൽ ചിലപ്പോൾ ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ബെറ്റർ സാലറി കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയും. ഇന്ത്യയിൽ എനിക്ക് തോന്നിയിട്ടില്ല ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നല്ല. ജോബ് ഈസ് ദേ, ബട്ട് ദ പേ ഈസ് നോട്ട് ആസ് വി വോണ്ടർ ഓർ വാട്ട് വി എക്സ്പെക്റ്റ് എന്നുള്ള ഇതിലാണ്. ഇതേ ഒരാൾ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ പോവുക അല്ലെങ്കിൽ യൂറോപ്പിൽ പോവുകയാണെങ്കിൽ അപ്പോഴും ഇതേ സ്ട്രഗിളാണ്. കാരണം അപ്പോൾ അവിടെ ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം യു ആർ കോമ്പീറ്റിംഗ് വിത്ത് മച്ച് മോർ അഡ്വാൻസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള പീപ്പിളുമായിട്ടാണ് കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്. ആൻഡ് വി ആർ നോട്ട് ഇൻ ദ ലൈം ലൈറ്റ്. ഓക്കെ, വാട്ട് ഹാവ് യു ഡൺ? ഓക്കെ, സോ ആൻഡ് സോ ABC XYZ, എല്ലാതും ക്ലീഷേ ആയിരിക്കാം. വി ഹാവൻ ഡൺ എനിത്തിങ് സ്പെഷ്യൽ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ലോകത്തിൽ എല്ലാവരും സ്പെഷ്യൽ ചെയ്യണമെന്നല്ല പറഞ്ഞ്, ബട്ട് വാട്ട് വി ക്യാൻ ഡു എന്നുള്ളത് പ്രൂവ് ചെയ്യാനെങ്കിലും വി ഹാവ് ടു സംതിങ്. വി ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ അവർ സെൽഫ്. വാട്ട് ഡു യു മീൻ ബൈ ഇൻവെസ്റ്റ്മെൻറ്റ്? ആൾക്കാർ പറയും ടേക്കിംഗ് കെയർ ഓഫ് അവർ സെൽഫ്, അല്ലെങ്കിൽ ഇതൊക്കെ. യെസ്, ഡെഫിനറ്റ്ലി ദാറ്റ്സ് ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് കൂടാതെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ഗോ ടു UAE, ഇപ്പോൾ UAEൻ്റെ പെർസ്പെക്റ്റീവ് പറയുകയാണ്. യു ഗോ ടു UAE, ആൾക്കാർ പറയാറുണ്ട് നമുക്ക് അവിടുത്തെ അറബിക്ക് അറിഞ്ഞില്ലെങ്കിലും വി ക്യാൻ സർവൈവ് ഇൻ UAE എന്ന് പറയും. സോ ഡോണ്ട് ബി ലേസി. സോ നമുക്ക് അറബി അറിഞ്ഞില്ലെങ്കിലും സർവൈവ് ചെയ്യാന്ന് പറയുന്നിടത്ത് വൈ കാണ്ട് യു ലേൺ അറബിക്, അല്ലെങ്കിൽ വൈ കാണ്ട് യു ലേൺ അനദർ ലാംഗ്വേജ്? വിജയ് പറഞ്ഞ പോലെ 150ൽ പരം കൺട്രിയിൽ നിന്നുള്ള ആൾക്കാർ UAEയിൽ ഉണ്ടെങ്കിൽ, ആ സ്മോൾ കൺട്രിയിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തിരിഞ്ഞാലും മറിഞ്ഞാലും യു സീ ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ്. സോ യു ക്യാൻ ബി ഫ്രണ്ട് വിത്ത് ദം, യു ക്യാൻ ഹാവ് എ നെറ്റ്വർക്ക് വിത്ത് ദം. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ ചെയ്യില്ല. നമ്മളെ കൺസെപ്റ്റിൽ യു ഫിനിഷ് എ ഡിഗ്രി, മാസ്റ്റേഴ്സ് കിട്ടി, യു ഹാവ് എ ഡിഗ്രി ഫ്രം എ ഫോറിൻ യൂണിവേഴ്സിറ്റി, ഓൾ ഡൺ. നോ, ഇറ്റ്സ് ഓൾ ഡൺ. അതിൻ്റെ മേക്കിലൊരു എഫേർട്ട് ഇടേണ്ടതുണ്ട്. ആ എഫേർട്ടിൻ്റെ പീരീഡ് നമുക്ക് ഈ സമയത്തിനൂടെ പാരലായിട്ട് റൺ ചെയ്യണം. ഡൂയിങ് അഡീഷണൽ കോഴ്സസ്, സ്കിൽ ഡെവലപ്മെൻ്റ് ആയിക്കോട്ടെ, ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആയിക്കോട്ടെ. ഹൗ ഡു യു പ്രസൻറ്റ് യുവർ സെൽഫ്? ഓൺട്രപ്രണർഷിപ്പ് ആണെങ്കിൽ അങ്ങനെ, ടെക്നിക്കൽ സ്കില്ലാണെങ്കിൽ അങ്ങനെ. അത് ഡെവലപ്പ് ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്. ഓൺലൈൻ കോഴ്സസ്, സർട്ടിഫിക്കേഷൻസ്, small time courses, language courses, but I insist every students to look into that. You have to be open to learn to and adapt. changes. അത് എപ്പോഴും അങ്ങനെയുള്ളൂ റെലവൻ്റ് ആയി നിൽക്കുകയുള്ളൂ. ട്രൈ ടു ബി പാർട്ട് ഓഫ് ഇന്റേൺഷിപ്സ് ഓർ അപ്രന്റിഷിപ്സ്. പഠിക്കുന്ന സമയത്ത് തന്നെ ഇന്റേൺഷിപ്സും അപ്രന്റിഷിപ്സിലോട്ടൊക്കെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും നോക്കുക. റീഡ് വെൽ and stay updated what is really happening in your industry. അതിനെക്കുറിച്ച് നമുക്കൊരു
ഡേ ടു ഡേ ഉണ്ടായിരിക്കണം. ഈ ഒരു 4 കാര്യങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കീപ് യു റെലവൻറ്റ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടിട്ട് UAE വരുന്നുണ്ട്. ഇപ്പോൾ ബഡ്ഡിംഗ് ഓൺട്രപ്രണേഴ്സ് അങ്ങനെയുള്ള ആളുകളോട് സാറിന് എന്താ പറയാനുള്ളത്? ഹൗ ടു മേക്ക് യൂസ് ഓഫ് ദി ആംബിയൻസ് ലൈക്ക് ദി ബിസിനസ് എൻവയോൺമെന്റ് ഇൻ ദുബായ് ടു ഡെവലപ്പ് യുവർ സെൽഫ് ആസ് എ ഗുഡ് ഓൺട്രപ്രണർ? Investing your time is really important in this rather than investing your money in it എന്നല്ലേ. സോ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെൻറ് ഓഫ് UAE ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റീസ് ആയിക്കോട്ടെ, ദേ ആർ ദെയർ ടു സപ്പോർട്ട് യു. സോ ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട് യൂണിവേഴ്സിറ്റീസിൽ. അതേപോലെ യൂണിവേഴ്സിറ്റീസിൽ ഇൻക്യുബേറ്റേഴ്സ് ലൈക്ക് ദേ ലിസൺ ടു യുവർ ഐഡിയാസ്, ദേ സ്ട്രക്ചർ യുവർ ഐഡിയാസ് ആൻഡ് ദേ ടെൽ യു വാട്ട് ആർ ദ പോസിബിലിറ്റീസ് വാട്ട്. കാരണം ഒരു യങ് എൻ്റർപ്രണർ എന്ന് പറയുമ്പോൾ ഒരു ഫ്രഷർ ആയിരിക്കാം ചിലപ്പോൾ, അയാളായിരിക്കും ഈ ഐഡിയാസ് വയ്ക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി എ വെരി ഗുഡ് ഐഡിയ, വെരി ഫീസിബിൾ ഐഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി കോംപ്ലിക്കേറ്റഡ് കൈൻഡ് ഓഫ് തിങ്സ്. അപ്പോൾ അതറിയാതെ ചെയ്യുമ്പോൾ ഇൻക്യുബേറ്റേഴ്സ് ദിൽ സപ്പോർട്ട് യു ടു സേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി എ കോംപ്ലിക്കേറ്റഡ് തിങ്, ഇറ്റ് ക്യാൻ ബി എ റിസ്കി ഗെയിം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതേപോലെ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇറ്റ്സ് ക്വൈറ്റ് ഈസി ഇൻ ദുബായ്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് എവറി ബിസിനസ് സ്റ്റാർട്ടഡ് ഇൻ UAE സക്സസ്ഫുൾ. ഇപ്പോൾ UAEൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ദ ടാക്സ്. The taxes are very less compared to other countries. 5% ടാക്സേ അവർ ക്ലെയിം ചെയ്യുന്നുള്ളൂ. സോ ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ച് ഒരു ഇനീഷ്യൽ ബേണിങ്സ് ഒക്കെ കുറയ്ക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. സോ ഗുഡ് തിങ്, ബട്ട് ഇറ്റ് ഷുഡ് ബി വെരി സീരിയസ്ലി തോട്ട് ബിഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ UAE ബിക്കോസ് ദ ഓവർ ഹെഡ്സ് വിൽ ബി ബിറ്റ് ഹയർ. ഇപ്പോൾ വൺ മാൻ ആർമിയാണ്, ഞാൻ മാത്രം ചെയ്യുകയാണ്, ഇനീഷ്യലി ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ബിറ്റ് എക്സ്പെൻസീവ് ആൻഡ് ദ പേപ്പർ വർക്ക്സ് ആൻഡ് തിങ്സ് ആർ വെരി ഈസി ടു ഡു. ഇറ്റ്സ് ഫ്രം ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പ്രൊഫഷണൽസ്. അവർ പറയുന്നത് കഴിഞ്ഞ ഒരു 5 വർഷം എടുത്താൽ നമുക്ക് UAEയുടെ ബിസിനസ് ടോട്ടൽ ബിസിനസ്സസ് രജിസ്റ്റേർഡ് ബിസിനസ്സസ് ഇരട്ടിയായി എന്ന് പറയുന്നുണ്ട്. ഒരു 4,50,000 നിന്ന് ഏകദേശം 10,00,000-ലധികമായിട്ട് മാറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡു യു തിങ്ക് ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ? ബിജു, അതിൻ്റെ ബാക്കി പത്രം കൂടി വായിച്ചിട്ടുണ്ടോ? ഐ ഹാവ് ബിൻ റെഡ്, ഞാൻ വായിച്ചിട്ടില്ല. ഈ 10 ലക്ഷം ആയെന്ന് പറഞ്ഞത് 10 ലക്ഷത്തിൻ്റെ അല്ല, 10 lakh companies have registered over there. And what is രജിസ്റ്റേർഡ് ബിസിനസ്സസ് എന്നാണ്. registered businesses? So what is the status of that businesses എന്ന് പറയും. സോ ഇത് പറയുന്ന പോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനീസിനെ കുറിച്ച് പറയാറുണ്ടല്ലോ. ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 28-30 lakh കമ്പനീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ആക്റ്റീവായിട്ട് 18 lakh കമ്പനീസ് ആണില്ല എന്ന് പറയും. ലിറ്ററലി 10 lakh കമ്പനീസ് to 12 lakh കമ്പനീസ് ആർ നോട്ട് റിയലി ആക്റ്റീവ് എന്ന് പറയുന്ന പോലെ തന്നെ ഇത് കമ്പനീസ് ആർ വെരി ഈസി ടു രജിസ്റ്റർ എന്ന രീതിയിൽ ബിസിനസ് രജിസ്റ്റർ ചെയ്യാൻ ഈസി ആയതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. സോ ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. ഡെഫിനറ്റ്ലി ഒരു ഓൺട്രപ്രണർ ഐഡിയ ഉള്ള ഒരാൾ, ഒരു മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ക്വൈറ്റ് ഈസി ടു സ്റ്റാർട്ട് എ ബിസിനസ്, ബട്ട് ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഈസി ടു റൺ എ ബിസിനസ് അല്ലേ. അപ്പോൾ അതിന് പ്രോപ്പർ പ്ലാൻസുകളും പ്രോപ്പർ എക്സിക്യൂഷൻ പ്ലാൻസുകളും ഉണ്ടെങ്കിൽ യെസ്, ഇറ്റ്സ് എ ഡെഫിനറ്റ്ലി ഗുഡ് ഐഡിയ. ബട്ട് what have you invested? Have you invested on your research? അല്ലെങ്കിൽ have you spent time on investing? So I would say ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ it can happen in 1 month. It cannot happen in 1 month unless it's been there for in your brain for many years. ഇത് അതിൻ്റെ റിസർച്ച് ചെയ്ത് അതിൻ്റെ പേപ്പറിലോട്ട് കൊണ്ടുവരാൻ ഇറ്റ് മേ ടേക്ക് 6 to 12 months ടൈം. എന്നിട്ടായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ തുടങ്ങുന്നത് അപ്പോഴായിരിക്കും. അത് പേപ്പേഴ്സിലോട്ട് ആകുമ്പോഴത്തേക്ക് 1 വർഷമാവും, ഓപ്പറേഷൻ ആവുന്നതായിരിക്കും. അപ്പോൾ ബിസിനസ് നമ്മൾ സമയം കൊടുക്കേണ്ടതുണ്ട്. ഇറ്റ് ക്യാൻ ബി ബിറ്റ്വീൻ 3 to 5 years. നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ഓൾവേസ് 3 to 5 years. ചില ബിസിനസ്സുകൾ വിത്തിൻ എ ഇയർ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇൻ എ ഗുഡ് വേ. അതേപോലെ തന്നെ പ്രശ്നമാവുന്നതും കണ്ടിട്ടുണ്ട്. സോ വി സീ സക്സസ് സ്റ്റോറീസ് എ ലോട്ട്, വി ഡോണ്ട് സീ failures a lot. Success stories been talked, failures have been talked. Failures are good. You learn a lot from failures. ഫെയിലിയേഴ്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങണം എന്നല്ല പറയുന്നത്. ഇറ്റ് വിൽ ടീച്ച് യു ലോട്ട് ഓഫ് തിങ്സ്. സർ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ജോലിക്കായിട്ട് ഒരുപാട് പേര് അവിടെ പോയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിൽ ഡിഗ്രി കഴിഞ്ഞ് പോയതായിരിക്കാം, ഒരു ലാർജ് പീരീഡ് ഓഫ് ടൈമിൽ അവിടെ ഉണ്ടായിരുന്നിരിക്കാം, ലൈക്ക് ഫോർ 5 or 10 years. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് വീണ്ടും അവരുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അക്കാഡമിക് ഗ്യാപ്സ് ഒരു ഇഷ്യൂ ആയിരിക്കും? ഡെഫിനറ്റ്ലി നോട്ട് അല്ല.
കാരണം നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റീസ് ആർ വെരി റീസണബിൾ ഇൻ അക്സെപ്റ്റിംഗ് സ്റ്റുഡൻസ്. ഇപ്പോൾ പർട്ടിക്കുലർലി ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആളെടുക്കുമ്പോൾ ദേ ക്യാൻ യൂസ് ദർ എക്സ്പീരിയൻസ് ഇൻ ദർ അക്കാഡമിക്സ് ആൻഡ് ദേ ക്യാൻ ഡു ബെറ്റർ ദാൻ എ ഫ്രഷർ എന്ന് പറയാം. സോ യൂണിവേഴ്സിറ്റീസ് ആർ ഓപ്പൺ ടു ദാറ്റ്. ഇപ്പോൾ 10 വർഷമോ അതിൽ കൂടുതലാണെങ്കിൽ പോലും ഇഫ് യു വോണ്ട് ടു ഡു എ മാസ്റ്റർ പ്രോഗ്രാം, ഇഫ് യു വോണ്ട് ടു ഡു എ MBA പ്രോഗ്രാം, യെസ്. ഈവൻ ഒരു +2 കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് കാണുന്നുണ്ട്, +2 കഴിഞ്ഞ് ഒരു 19-20 വയസ്സാകുമ്പോഴത്തേക്ക് മിഡിൽ ഈസ്റ്റിലോട്ട് കയറി പോകുന്നു. ദേ വോണ്ട് ടു ഡു എ ഡിഗ്രി പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ യെസ്, അഗെയിൻ 3 ഇയേഴ്സ് ഡിഗ്രി, 4 ഇയർ ഡിഗ്രി ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഈവൻ ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, ലൈക്ക് ഡിപ്ലോമ പ്രോഗ്രാംസ്, ലൈക്ക് UK ബേസ്ഡ് ഡിപ്ലോമ പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. വിച്ച് വിൽ ഗിവ് യു സർട്ടിഫിക്കേഷൻസ്, 1 ഇയർ സർട്ടിഫിക്കേഷൻ, 2 ഇയർ സർട്ടിഫിക്കേഷൻസ് കിട്ടുന്നുണ്ട്, വിച്ച് ക്യാൻ ബി എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു യുവർ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഫ്യൂച്ചർ എന്നുള്ളത് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ദേ ഹാവ് ബീൻ ഡൂയിങ് ഇറ്റ്. ഓക്കെ. സർ, അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ UAEയിൽ പാർട്ട് ടൈം ജോബ്സ് ഒരു ഇഷ്യൂ ആണെന്ന് കേട്ടിട്ടുണ്ട്. ബട്ട് ഫുൾ ടൈം ഇന്റേൺഷിപ്സിനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നും കേട്ടിട്ടുണ്ട്. I won't say part-time is an issue over there. പാർട്ട് ടൈം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ UK അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലത്തെ കൺട്രിക്ക് കമ്പയർ ചെയ്യുമ്പോൾ ദേ ഹാവ് എ സ്ട്രക്ചർ. ബേസിക് പേ ഇത്ര ഉണ്ട്, അവർലി പേ ആയിരിക്കും എന്നൊക്കെ പറയുന്ന രീതിയായിരിക്കും. ഇവിടെ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ലിറ്ററലി പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് ഹിൽ ഹാവ് ക്ലാസ്സസ് റെഗുലർലി ഇൻ ദ മോർണിംഗ്. അപ്പോൾ ആ മോർണിംഗ് സെഷൻസിന് ക്ലാസ്സസ് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഇഫ് യു ആർ ഗെറ്റിംഗ് എ ജോബ് ഓപ്പർച്യൂണിറ്റി, ഉദാഹരണത്തിന് ദേ വിൽ ഹാവ് എ സ്കെഡ്യൂൾ, ടൈം ടേബിൾസ് ഉണ്ടാവും. ആ ടൈം ടേബിൾസ് കൊളൈഡ് ചെയ്യാത്ത രീതിയിൽ യു ആർ ഗെറ്റിംഗ് എ പാർട്ട് ടൈം ജോബ്, യെസ് യു ക്യാൻ വർക്ക്. അതിന് തടസ്സങ്ങളില്ല. യൂണിവേഴ്സിറ്റി വിൽ സപ്പോർട്ട് ടു ഡു ഇറ്റ് ആസ് വെൽ. സോ ആ രീതിയിൽ വർക്ക് ചെയ്യാം. ഇനി കമ്മിങ് ടു മാസ്റ്റർ പ്രോഗ്രാംസ് വരുമ്പോൾ യെസ്, ദേ ഹാവ് ഈവനിങ് ക്ലാസ്സസ് ഓപ്ഷൻസ് ഉണ്ട്. സോ രാവിലെകളിൽ ഫ്രീ ആണ്, ദെൻ ക്യാൻ വർക്ക് ഫുൾ ടൈം. ഒരു ഇതിൽ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. ആൻഡ് ഇഫ് യു സ്പീക്ക് ടു ദ യൂണിവേഴ്സിറ്റി ഓൾസോ, യൂണിവേഴ്സിറ്റി വിൽ സപ്പോർട്ട് ഇറ്റ്. ബിക്കോസ് പഠനത്തെ ബാധിക്കാത്ത എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ വർക്ക് വിസയിലായിരിക്കും ഉണ്ടാവുക. ആർക്കും സ്റ്റുഡൻറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം, യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാം, യു ക്യാൻ സ്റ്റാർട്ട് ക്ലാസ്സസ് ആസ് വെൽ. സോ നമ്മൾ വിസ മാറണമെന്നും കൂടി ഇല്ല, വർക്ക് വിസയിൽ നിന്നുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന ഓപ്ഷൻസുകളുണ്ട്. ഓക്കെ. സർ, അതുപോലെ തന്നെ എന്തെങ്കിലും പർട്ടിക്കുലർ ടൈം ലിമിറ്റ്, ഒരു വീക്കിൽ ഇത്ര അവേഴ്സ് വർക്ക് ചെയ്യും പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും? അത് ഇറ്റ്സ് അബൌട്ട് 15-20 അവേഴ്സ് പെർ വീക്ക് വർക്ക് ചെയ്യുന്ന രീതിയാണ് അണ്ടർ ഗ്രാജുവേറ്റ്സിന് കാണുന്നത്. ബട്ട് മാസ്റ്റർ സ്റ്റുഡൻസിന് നമുക്ക് അങ്ങനത്തെ കൺസേൺസ് പറയുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് എൻ ഈവനിങ് ക്ലാസ്സസ് അത് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പെർമിഷൻസ് ഇസ് മാൻഡേറ്ററി. അവരെ ക്ലാസ്സസ് അക്കാഡമിക്സ് ബാധിക്കാത്ത രീതിയിലായിരിക്കണം വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു നിയമമാണ്. വാട്ട് അബൌട്ട് ഫുൾ ടൈം ഇന്റേൺഷിപ്പ് ഓപ്ഷൻ സർ? അത് പെയ്ഡ് ആണോ? ഇന്റേൺഷിപ്സ് ഇറ്റ് വോണ്ട് ബി ഗ്യാരണ്ടീഡ് പേയ്മെൻറ്റ്, ബട്ട് ഒരുപാട് കമ്പനീസ് ഉള്ളതുകൊണ്ടും ഒരുപാട് ബിസിനസ് ഉള്ളതുകൊണ്ടും നമുക്കൊരു പെയ്ഡ് ഇന്റേൺഷിപ്സ് കിട്ടാനും സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി, ഐ വോണ്ട് സേ ഇറ്റ് ക്യാൻ ബി എ പെയ്ഡ് ഇന്റേൺഷിപ്സ്, ഇറ്റ് ക്യാൻ ബി ലിറ്ററലി എ ജോബ് ആസ് വെൽ. ഒരു ജോബ് തന്നെ ആയിരിക്കാം, മേ ബി ഫോർ എ ഇയർ കൈൻഡ് ഓഫ് എ തിങ് നമുക്ക് കമ്പനിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് ടു ഫൈൻഡ് ഇന്റേൺഷിപ്സ് എന്നോ. ആൻഡ് ഇറ്റ് ക്യാൻ ബി മിനിമം പെയ്ഡ് ഓർ ഗുഡ് പേ കൊടുക്കുന്ന കമ്പനീസും ഉണ്ട്. ഇന്റേൺഷിപ്സ് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് എന്താണ് അൺപെയ്ഡ് ആയിട്ട് ഇന്റേൺഷിപ്സ് എടുക്കണം നിർബന്ധമല്ല. സോ നമുക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്. ആ സ്കില്ല് ആ കമ്പനിയിൽ നിന്നാൽ വർക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മേ ബി ഇറ്റ്സ് അപ് ടു ദ സ്റ്റുഡൻറ്റ്. ഓക്കെ, ഐ വിൽ സ്പെൻഡ് സം ടൈം വിത്ത് ദ കമ്പനി ആൻഡ് ഐ വിൽ ഗെയിൻ സം എക്സ്പീരിയൻസ് എന്ന് പറയും. സർ, അതുപോലെ തന്നെ നമുക്ക് ഈ കൾച്ചറൽ എറ്റിക്യൂട്ട്സ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് പോയിട്ട് ഒട്ടും തന്നെ സിവിക് സെൻസ് ലാക്കിംഗ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്ന ന്യൂസൊക്കെ ഈ ഇടയ്ക്ക് വന്നിരുന്നു. അപ്പോൾ UAEയിൽ അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ എറ്റിക്യൂട്ട്സോ നമ്മൾ ഫോളോ ചെയ്യണമെന്നുണ്ടോ? ഒരു മുസ്ലിം മൊണാർക്ക് കൺട്രിയാണ് UAE. സോ ബട്ട് എവറി other religion is accepted. It's been they considered equals. Okay, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനിസ്ട്രി ഓഫ് ടോളറൻസ് ഉള്ള കൺട്രി ആണല്ലോ. ദേ ഹാവ് ടെമ്പിൾസ് ഓവർ ദേ, ദേ ഹാവ് ഗോട്ട് ചർച്ചസ് ഓവർ ദേ, മുസ്ലിം പള്ളികളും എല്ലാതും ഉള്ള രാജ്യമാണ്. ആൻഡ് ദേ
they give opportunities for everyone. അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാത്ത രാജ്യമാണ്. So but they do have certain cultural things they keep along എന്ന് പറഞ്ഞിട്ട്. So ഇപ്പോൾ recently I've seen ചിലപ്പോൾ ബിജോയും കേട്ടിട്ടുണ്ടാവും. കന്തൂറ is a common dress of a Marathi, long white dress. വൈറ്റിലെ മറ്റു കളേഴ്സും ഉണ്ട്, വൈറ്റ് ആണ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള കളേഴ്സ്. സോ ഇൻഫ്ലുവൻസ് അത് ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്ത് എക്സ്പ്ലോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം കണ്ടിരുന്നു. എക്സ്പ്ലോയിറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, ദേ ലവ് എമിറേറ്റ്സ് എസ് എ കൺട്രി. സോ അപ്പോൾ ഞാനൊരു ഇൻഫ്ലുവൻസറാണെങ്കിൽ ഞാനും സ്റ്റാർട്ട് വെയറിങ് കന്തൂറാസ് ആൻഡ് ബി ഓൺലൈൻ ആൻഡ് പ്രൊമോട്ട് തിങ്സ് എന്നൊക്കെ പറയും. സോ എന്തെങ്കിലും പ്രൊഡക്റ്റിനെ സർവീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസിൽ നോൺ എമിറാത്തികൾ കന്തൂറിട്ട് ഇരിക്കാൻ പാടില്ല എന്നുള്ള റൂൾ വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് എ പ്രൈഡ് തിങ്. കാരണം they take it as a pride because they go that way to any meeting any politicians, any world leaders. അവരതാണ് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരാളിപ്പോൾ ഞാനൊരു ഇൻഫ്ലുവൻസറാണ്, ഞാനവിടെ പോയിട്ട് എൻ്റെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലൊരു വീഡിയോ കന്തൂറൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അലൗഡ് ഫോർ മീ ടു ഡു ഇറ്റ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ ആസ് എ ഇസ്ലാമിക് കൺട്രി റംസാൻ്റെ സമയങ്ങളിലെ റെസ്ട്രിക്ഷൻസ്. ബട്ട് ഇറ്റ്സ് നോട്ട് ഫോർ എവറി വൺ. ബട്ട് ഒരു ഡെക്കോറം കീപ്പ് ചെയ്യുന്ന പോലെ, വിജയ പറഞ്ഞ പോലെ ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യുന്ന പോലെ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹലാൽ ഫുഡ്സ് കിട്ടുന്നതുണ്ട്. ഇപ്പോൾ മുസ്ലിംസിൽ കഴിക്കാത്ത ഭക്ഷണങ്ങൾ പോലും അവിടെ അവൈലബിൾ ആണ് ഫോർ പീപ്പിൾ ഹൂ വാണ്ടഡ് ടു ഹാവ് ഇറ്റ് എന്ന രീതിയിൽ. സോ ഇറ്റ്സ് എ ടോളറൻറ്റ് കൺട്രി ആൻഡ് ബട്ട് വി ഷുഡ് റെസ്പെക്ട് ദ കൾച്ചർ, ദ വേ ഓഫ് ഈച്ച് അതർ. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദേ ഡു റെസ്പെക്ട് അസ് ആസ് വെൽ. അപ്പോൾ അത് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വി ഗോ സംവെയർ ആൻഡ് വി exploit the things. Vijay പറഞ്ഞ പോലെ we see that in Europe in a bigger way. It's a monarchical country, so the rules can be tougher. The rules can be tougher. So maybe at times നമുക്ക് തോന്നാറുണ്ട് ചില റൂൾസുകൾ ഷുഡ് ബി ഇമ്പോസ്ഡ് ഇൻ എ സ്ട്രോങ്ങർ വേ എന്ന് പറയും. അപ്പോൾ ആ സ്ട്രോങ്ങർ വേയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. മേ ബി ദേ ക്യാൻ മേക്ക് എ ഡിസിഷൻ ഫാസ്റ്റർ. ദേ ഡോണ്ട് ഇപ്പോൾ ഒരാൾക്ക് അതിന് എതിരുണ്ടെങ്കിലും they don't take it because it's not a democratic country. And they don't care about public opinion or Yes, anything like and അത് കെയർ ചെയ്യുന്നില്ലെങ്കിലും but they are happy with it. they're happy. Public are happy with it. സാർ അതുപോലെ തന്നെ ഇപ്പോൾ പാരൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ UAE എന്തുകൊണ്ടൊരു സ്റ്റഡി ഡെസ്റ്റിനേഷനായി ചൂസ് ചെയ്യണം എന്ന് അവർ ഡിസൈഡ് ചെയ്യുമ്പോൾ ഒരു മേജർ ഫാക്ടർ എന്ന് പറയുന്നത് പ്രോക്സിമിറ്റി തന്നെയാണ്. ലൈക്ക് ഇറ്റ്സ് ക്ലോസ് ടു ഇന്ത്യ. പിന്നെ അടുത്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. സോ ഡു യു തിങ്ക് UAE ഈസ് എ സേഫ് കൺട്രി ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്? Obviously, it's one of the safest country എന്ന് പറയാം. I'm not telling that every nook and corner of the country is safe, but again, it's one of the safest country. പല പ്ലാറ്റ്ഫോമിലും ഡിബേറ്റ്സ് ഉണ്ട്. ഇറ്റ്സ് വിത്തിൻ ദ ടോപ്പ് 5 സേഫസ്റ്റ് കൺട്രി അല്ലെങ്കിൽ ടോപ്പ് 10, വാട്ട് എവർ ഇറ്റ് മേ ബി. ഇറ്റ്സ് വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. കാരണം ഇറ്റ്സ് ബീൻ മോണിറ്റേർഡ് ദാറ്റ് വേ, ഇറ്റ്സ് ബീൻ ടേക്കൻ കെയർ ഓഫ് ദാറ്റ് വേ. സോ അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ ആരെയൊക്കെ ആൺകുട്ടികൾ ആരെയൊക്കെ ദേ ആർ സേഫ് ഓവർ ദേ. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ബ്ലോ വരിക അല്ലെങ്കിൽ ഒരു ബൾഗറി വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. ആൻഡ് ദേ ഹാവ് സീരിയസ് മെഷേഴ്സ് ടേക്കൺ ടു മേക്ക് ഷുർ ദാറ്റ് ഇറ്റ്സ് ഗോണ ബി സേഫ് in the country എന്നുള്ളത്. I've seen a lot of American parents have moved to UAE and bringing up their kids over there in UAE. അപ്പോൾ അതൊരു ആഡ് ഓൺ തിങ്സ് ആണ് ബിക്കോസ് ദേ ആർ സേഫർ ഇൻ ദ കൺട്രി എന്നുള്ളത്. ഓക്കെ സർ, എഡ്രൂട്ട്സിൻ്റെ മോട്ടോ നമ്മൾ പറയുകയാണെങ്കിൽ വിദേശ പഠനം ഇനി ഏവർക്കും സാധ്യമാണ്. വൈ ദിസ് ഫ്രേസ്? ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ we started in Perinthalmanna. So 2007 last 2008 first എന്നൊക്കെ പറയാം. So when we started in Perinthalmanna is a very unknown city for this industry. ഫോറിൻ എഡ്യൂക്കേഷനെ പറ്റി ആൾക്കാർ സംസാരിക്കുമ്പോൾ ദേ ടോക്ക് അബൌട്ട് കൊച്ചി അല്ലെങ്കിൽ ദേ ടോക്ക് അബൌട്ട് ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ ഒക്കെ പറയും, ഡൽഹി ഒക്കെ പറയും പോലെ പെരിന്തൽമണ്ണ വാസ് നോവർ ഇൻ ദിസ് Picture. in the മാപ്പിൽ ഉണ്ടായിരുന്നില്ല. സോ പീപ്പിൾ ഫ്രം നോർത്ത് കേരള
they used to travel down to Kochi, അല്ലെങ്കിൽ they go to Bangalore. ഇങ്ങനെയായിരുന്നു ഒരു പിക്ചർ ഉണ്ടായിരുന്നത്. സോ when we had a plan, the founder and the CEO, Mustafa Kuri. So he's a CEO and founder of the company. He's my partner. So when he decided to do this, so we didn't have an option thinking about another city. അപ്പോൾ പെരിന്തൽമണ്ണ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇറ്റ് വാസ് എ സ്ട്രഗിൾ, ഇറ്റ് വാസ് ഹ്യൂജ് സ്ട്രഗിൾ ഇനീഷ്യലി പറഞ്ഞ് മനസ്സിലാക്കാൻ വാട്ട് ഈസ് ദിസ് കൈൻഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ഇതെന്താണ്. കാരണം നമ്മുടെ നാട്ടിൽ വിസ കച്ചവടം എന്നുള്ളൊരു കമ്പയർ ചെയ്യുന്ന രീതിയാണ് കണ്ടിരുന്നത്. സോ അങ്ങനെയാണ് അവിടുന്ന് തുടങ്ങാനുള്ള കാര്യം. അപ്പോൾ അവിടെ നിന്ന് വി ഹാവ് ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി ഹെൽപ്ഡ് ഔട്ട് തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ്. സോ അവിടെ 19,000 plus. ഓൾമോസ്റ്റ് 20,000 അടുത്ത് എത്താനായിട്ട് നമ്പേഴ്സ് നമ്മളെ. സോ ഇത് ഈ 18 വർഷത്തിൻ്റെ ഇടയിലാണ്. അതും വെരി ഫാസിനേറ്റിംഗ് തിങ് ആണ്. ഈ 18 വർഷം കൊണ്ടാണ് നമുക്ക് 20,000 സ്റ്റുഡൻസ് വന്നിട്ടുള്ളത്. സോ വി മെയ്ഡ് ഷുവർ ദറ്റ് വി റിക്രൂട്ടഡ് വെരി ഫ്യൂ സ്റ്റുഡൻസ് ഇൻ എ ഇയർലി ബേസിസ് ആൻഡ് വി took കെയർ ഓഫ് ദം വെരി സീരിയസ്ലി. സോ ഇത് നമുക്ക് മോട്ടോയിലുപരി നമ്മളെ കോർ വാല്യൂസിൽ തന്നെ പറയുന്നുണ്ട്, വി ഷുഡ് സിംപ്ലിഫൈ തിങ്സ് എന്ന് പറയാനുണ്ട് ഫോർ സ്റ്റുഡൻസ്. സോ ആ സിംപ്ലിഫൈൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് നമ്മൾ ആസ് എ ബിഗിനിങ് സ്റ്റേജ് നമ്മളെ മോട്ടോ ഉണ്ടായിരുന്നത്, ഏതൊരു വ്യക്തിക്കും എഡ്രൂട്ട്സ് വഴി വിദേശത്തേക്ക് പോകാനുള്ളൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. സോ അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അത് അങ്ങനെ ഒരു തോട്ട് മാത്രമേ ഉണ്ടായിരുന്ന പ്രോസസ്സ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സ്ലോലി എവ്രി പീപ്പിൾ കുഡ് ഗോ എന്ന സാഹചര്യത്തിൽ വന്നു. സോ നമ്മുടെ നാട്ടിൽ ഈവൻ 5 ലക്ഷത്തിൽ താഴെയുള്ള ഇൻകമുള്ള ആൾക്കാർ പോലും വിദേശത്തേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. അതിന് എഡ്രൂട്ട്സ് ഒരു റീസൺ ആയിട്ടുണ്ട്. എഡ്രൂട്ട്സ് ത്രൂ പോയിട്ടുണ്ട്. സോ അതിൽ നിന്നാണ് നമുക്ക് ആ മോട്ടോ വന്നത്, ഇനി വിദേശ ഉപരിപഠനം ഏവർക്കും സാധ്യമെന്നുള്ളത്. സോ അത് മുസ്തഫൻ്റെ ഒരു ഫോർസീയിങ് ആയിരുന്നു, ദാറ്റ് ഇറ്റ് ഷുഡ് ബി അവൈലബിൾ ഫോർ എവരി വൺ. പണ്ട് നമ്മളെ 2008 7 മുമ്പൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഫോർ ഇലൈറ്റ് പീപ്പിൾ, അല്ലെങ്കിൽ ബിഗ് ഹൗസ് Financially sound. ഹോൾഡ്സ് ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. ആൻഡ് വി വർ പാർട്ട് ഓഫ് ദിസ് ചേഞ്ച് ആൻഡ് വി ആർ പ്രൗഡ് ഫോർ ദാറ്റ് ആസ് വെൽ. സോ അങ്ങനെയാണ് നമ്മളെ ടാഗ് ലൈൻ മോട്ടോ അങ്ങനെ വന്നിട്ടുള്ളത്. ആൻഡ് ഓൾസോ സാർ ഏതെല്ലാം കൺട്രീസിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസിനെ സോ അയക്കുന്നത്? നമ്മൾ ഓൾമോസ്റ്റ് 12 കൺട്രീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ വി ഫോക്കസ് ഓൺ 2 ഡിവിഷൻസ്. വൺ ഈസ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആൻഡ് അതർ ഈസ് നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു കെ, കാനഡ, അയർലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലത്തെ കൺട്രി ചെയ്യുന്നുണ്ട്. UAE ഒരു കൺഫ്യൂഷനാണ്, ഷുഡ് വി ഇൻക്ലൂഡ് ഇൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഓർ അറബിക് ആണെങ്കിൽ പോലും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. പിന്നെ നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ഒക്കെ ആണെങ്കിൽ വി ഹാവ് ഫ്രാൻസ്, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, വി ഹാവ് മലേഷ്യ, സിംഗപ്പൂർ, മാൾട്ട. ദെൻ യെസ്, ഒബ്വിയസ്ലി UAE ക്യാൻ ബി യൂസ് ഇൻ ബോത്ത്. സാർ അതുപോലെ തന്നെ എന്തൊക്കെ സർവീസസ് ആണ് എഡ്രൂട്ട്സ് വഴി ഓഫർ ചെയ്യുന്നത് സ്റ്റുഡൻസിന്? A student walking to our office അല്ലെങ്കിൽ having a query with our team. So we have a very expertise team with us, well trained, well knowledge ആയിട്ടുള്ള ഒരു സ്ട്രോങ് ടീം നമ്മുടെ അടുത്തുണ്ട്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മൾ സ്റ്റുഡൻറ്റ് വരുമ്പോൾ വി അനലൈസ് ദം, വാട്ട് ഈസ് ദർ നീഡ്സ്, വാട്ട് ഈസ് ദർ അക്കാഡമിക്സ്, വാട്ട് ഈസ് ദർ ഫിനാൻഷ്യൽ സർക്കംസ്റ്റൻസസ്, എന്താണ് അവർ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, വാട്ട് ഈസ് യുവർ പ്ലാൻ ആഫ്റ്റർ, ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് we give them options. We don't tell that this is the best option for you. We give them options according to their needs and their circumstances, particularly financial, academics ഒക്കെ നോക്കിയിട്ട്. അങ്ങനെ അതിലോട്ടുള്ള അപ്ലിക്കേഷൻ. സോ വൺ ഈസ് എ ഡീപ്പർ assessment counseling. Then we go ahead with the applications, university applications, university find ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്ത്, not just one university, couple of multiple universities എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ application process ചെയ്യും. Once application process we help them to find out the financial planning, budgeting നമ്മൾ help ചെയ്യും, how to arrange funds, how to find out funds. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്കോളർഷിപ്സ്, ലോൺസ്, ഇതിനൊക്കെ നമ്മൾ അതിൻ്റെ സപ്പോർട്ട് കൊടുക്കും ആൻഡ് അവെയർനെസ് ക്രിയേറ്റ് ചെയ്യും. വൺസ് ദാറ്റ് ഈസ് ഡൺ, അതിൻ്റെ പാരലായിട്ട് തന്നെ ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ട് ഇഫ് നെസസറി. മേ ബി വി ക്യാൻ IELTS പോലത്തെ ട്രെയിനിങ്, PT, TOEFL, ലാംഗ്വേജ് സെർട്ട് പോലത്തെ പ്രോഗ്രാംസിനൊക്കെ
ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. വി ഹാവ് എ ഇൻ ഹൗസ് ടീം, ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഓൺലൈൻ ബാച്ചസ് ഉണ്ട്. ഓൺലൈൻ ബാച്ചസ് റൺ ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് ദാറ്റ് ആസ് വെൽ. സോ അങ്ങനെ ആവശ്യമുള്ള സ്റ്റുഡൻസിന് വി ഡു ദാറ്റ് ട്രെയിനിങ് ആസ് വെൽ ടു സെക്യൂർ ദ നീഡഡ് സ്കോർ. അവർക്ക് എത്ര സ്കോർ വേണം ആ സ്കോർ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ. അത് കഴിഞ്ഞാൽ വി സെൻഡ് ഔട്ട് അപ്ലിക്കേഷൻ ടു യൂണിവേഴ്സിറ്റീസ്. വി ഹാവ് എ വണ്ടർഫുൾ ടീം ടു മേക്ക് അപ്ലിക്കേഷൻസ്. യൂണിവേഴ്സിറ്റിയുമായിട്ട് സംസാരിച്ച് ഗെറ്റ് ഓഫർ ലെറ്റേഴ്സ്. വൺസ് ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ യു ഹാഡ് വിത്ത് വിസ പേയ്മെൻറ്റ് അല്ലെങ്കിൽ വിസയിലോട്ട് പോകും. വിസ ടീമുണ്ട്. വി ഹെൽപ്പ് ഇൻ ദ പേപ്പർ വർക്ക്സ് പ്രിപ്പറേഷൻ ചെയ്യാനും ഇൻ്റർവ്യൂസ് ഉണ്ടെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്യാനൊക്കെ ചെയ്യും. അങ്ങനെ വിസ ഡോക്യുമെൻറ്റേഷൻ കഴിഞ്ഞാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദ പ്രീ ഡിപ്പാർച്ചർ. വാട്ട് യു ഷുഡ് നോട്ട് ഡു, വാട്ട് യു ഷുഡ് ഡു ഇൻ ദീസ് കൺട്രീസ്. ഇപ്പോൾ നേരത്തെ ബിജോ ചോദിച്ചതുപോലെ ആ കൺട്രിയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇറ്റ്സ് പ്രിറ്റി ഗുഡ് ഫോർ us and we are pretty good in pre-departure sessions and our team is very efficient in explaining that to them. അത് കഴിഞ്ഞാൽ they fly and so it's an A to Z thing from in abroad education. Comprehensive ആണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ യെസ് അഗെയിൻ വി സപ്പോർട്ട് ദം ഇഫ് നീഡഡ്. ഇപ്പോൾ എയർപോർട്ട് പിക്കപ്സ് വേണം, അക്കോമഡേഷൻസ് വേണം, ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വി ഹാവ് എ ലാർജ് നെറ്റ്വർക്ക് ഓഫ് സ്റ്റുഡൻസ്, പോയവരും മുമ്പ് പോയവരൊക്കെ ഉണ്ട്. സോ വി കണക്ട് വിത്ത് ദം ടു ഫൈൻഡ് അക്കോമഡേഷൻസ്. വി ട്രൈ ടു ഹെൽപ്പ് ദം ടു ഫൈൻഡ് ജോബ്സ് ആസ് വെൽ, പാർട്ട് ടൈം ജോബ്സ് ആസ് വെൽ. അതൊരു ഗ്യാരണ്ടീഡ് അല്ല, ബട്ട് ഇറ്റ്സ് എ നെറ്റ്വർക്കിംഗ് way we work, and that is why we have been appreciated by students who gives us references every year. So that's our process. So you mentioned the journey of Edroots started from Perinthalmanna. ഇന്ന് എവിടെയൊക്കെയാണ് ഇപ്പോൾ എഡ്രൂട്ട്സിന് ബ്രാഞ്ചസ് ഉള്ളത്? നമുക്ക് 12 ഓഫീസസ് ഉണ്ട്. സോ ഐ വുഡ് സേ വി ഹാവ് ഗോട്ട് 10 ഓഫീസസ് ഇൻ ഇന്ത്യ ആൻഡ് 2 ഓഫീസസ് അബ്രോഡ്. അപ്പോൾ 10 ഓഫീസസ് ഇന്ത്യ എന്ന് പറയുമ്പോൾ കേരളത്തിൽ 8 ഓഫീസസ് ഉണ്ട്. 2 ഓഫീസ് ഔട്ട് ഓഫ് കേരളയാണ്, 1 ഇൻ കോയമ്പത്തൂർ ആൻഡ് 1 ഇൻ കോട്ടയം. കേരളത്തിലെ ഓഫീസ് പെരിന്തൽമണ്ണ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇഫ് യു കൗണ്ട് ഫ്രം ദ നോർത്ത് പറയുകയാണെങ്കിൽ വി ഹാവ് ഇറ്റ് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ, കാലിക്കറ്റ്, പെരിന്തൽമണ്ണ, കൊച്ചി, കോട്ടയം ആൻഡ് ട്രിവാൻഡ്രം. 8 ഓഫീസസ് ഉണ്ട്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോയമ്പത്തൂർ ആൻഡ് മാംഗ്ലൂർ ഉണ്ട്. 1 ഓഫീസ് ഇൻ ദുബായ്. അപ്പോൾ ദുബായ് പോകുന്ന സ്റ്റുഡൻസിനൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇൻ ദാറ്റ് വേ. ആൻഡ് ദുബായിലെ വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഓഫീസിൻ്റെ ഓഫീസ് സെയിം 9 to 5 എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് വി വർക്ക് ഫ്രം മൺഡേ ടു സാറ്റർഡേ. And students can directly come and clear their doubts. Yeah, you can directly walk into the company, and maybe if you can fix an appointment, that will be pretty good. കാരണം വെയിറ്റിംഗ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ വി ഹാവ് എൻ ഓഫീസ് ഇൻ UK as well. സോ യുകെയിൽ എവിടെയാണ്? യുകെയിൽ ലൂട്ടൺ എന്ന് പറയും, വിച്ച് ഈസ് പീപ്പിൾ സേ ഇറ്റ്സ് ലണ്ടൻ്റെ അടുത്താണ്, ബട്ട് ലൂട്ടണിലാണ് ഓഫീസ് ഉള്ളത്. ആൻഡ് വി സപ്പോർട്ട്, ഇറ്റ്സ് എൻ സപ്പോർട്ടീവ് ഓഫീസ്. വി സപ്പോർട്ട് സ്റ്റുഡൻസ്. നമ്മൾ അവിടെ എത്തുന്ന സ്റ്റുഡൻസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് ഓഫീസാണ്. മറ്റ് 11 ഓഫീസസും ഇറ്റ്സ് എൻ ഓപ്പറേഷണൽ ഓഫീസ്. എല്ലായിടത്തും ടീം ഓഫ് കൗൺസിലേഴ്സ് എല്ലാതും പ്രിപ്പയർ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ദ ഓഫീസസ്. സോ UAEയിലെ മേജർ ഇൻടേക്സ് എങ്ങനെയാണ് വരുന്നത്? ഈസ് ഇറ്റ് ലൈക്ക് സെയിം ആസ് UK or? Yeah, it depends upon the mother universities actually. കാരണം അതിൻ്റെ മേജർ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് റൺ ചെയ്യുന്നത് അതുപോലെ ഉണ്ടാവും. എമിറാത്ത് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ദ മേജർ ഇൻടേക്സ് ഇസ് ഓൾവേസ് സെപ്റ്റംബർ ഒക്ടോബർ സമയങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ദ മേജർ ഇൻടേക്സ് എന്ന് പറയുന്നത്. ചില യൂണിവേഴ്സിറ്റീസ് വിൽ ഹാവ് ജനുവരി ഇൻടേക്ക്, സം വിൽ ഹാവ് മാർച്ച് ഇൻടേക്സ്, ഈവൻ സം വിൽ ഹാവ് മിഡ് ഇൻടേക്സ്, ജൂൺ ജൂലൈ ഇൻടേക്സ് ഉണ്ട്. സോ ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഈസ് പ്രിപ്പയറിംഗ് ടു ഗോ ടു UAE, ഇപ്പോൾ എല്ലാം ഓപ്പൺ ആയിരിക്കുന്ന ഒരു കോഴ്സ് സമയം എന്ന് പറയുന്നത് ഇറ്റ്സ് ദ സെപ്റ്റംബർ ഇൻടേക്ക് എന്ന് പറയും. അത് കൂടുതൽ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റീസ് വിൽ ബി ഓപ്പൺ ഫോർ എവറി കോഴ്സസ് ഇൻ ദാറ്റ് പീരീഡ് സെപ്റ്റംബറിൽ. പിന്നെ ചിലത് റോളിംഗ് ആണ്, ചിലത് 2 months കൂടുമ്പോൾ ചില കോഴ്സസ് ചെറിയ ബാച്ച് റൺ ചെയ്യുന്ന പ്രോഗ്രാംസുകളുണ്ടാവും. സോ എവറി 2-3 months ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസും ഉണ്ട്. So can you tell me 5 reasons why a student should choose UAE? 5 reasons. Near to home, maybe. Okay. ഒരു കാര്യം. Proximity. 3-4 hours എപ്പോൾ വേണമെങ്കിലും പോകാം, നമുക്കും പോകാം. വീക്കെൻഡ്സിൽ വേണമെങ്കിൽ വരാം. ഇഫ് യു ഹാവ് ബ്രേക്ക് ഓഫ് 5 days, ഇപ്പോൾ നാഷണൽ ഹോളിഡേ വന്നു, 3-4 days ഹോളിഡേ വന്നു, വി ക്യാൻ കം ഡൗൺ. അപ്പോൾ അത് ചെയ്യാം.
പിന്നെ choice of universities, like or different choices are. So you can learn in an Indian university, you can learn in a Marathi university, you can learn in Australian university, you can learn in a UK university, and a different opportunity or opportunities നമുക്ക് കിട്ടുന്നുണ്ട്, and you get the same exposure or better exposure. better exposure from these universities. So that is one thing. തേർഡ് തിങ്, ഇത് ഞാൻ ഈ ഓർഡറിൽ പറയുന്നത്, ഞാൻ ജസ്റ്റ് കൗണ്ട് ചെയ്ത് പറയാണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് ആയിട്ടല്ല പറയുന്നത്. തേർഡ് തിങ്, ദ പ്രോസസ് ഈസ് ക്വൈറ്റ് ഈസി. എല്ലാ പ്രോസസ്സും, യു ഗെറ്റിംഗ് അഡ്മിഷൻസ്, ഗെറ്റിംഗ് വിസ, ഗെറ്റിംഗ് എ ജോബ്, മേ ബി ഈവൻ ദ ഗോൾഡൻ വിസ കൈൻഡ് ഓഫ് സ്ട്രക്ചർ, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ്സ് എ ബിഗ് മാമത്ത് തിങ് പോലെയല്ല. ഇപ്പോൾ യു എസിൽ ഗ്രീൻ കാർഡ് കിട്ടണം, കാനഡയിൽ ഗ്രീൻ കാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ട്രാവൽ എ ലോങ്ങർ പീരിയഡ്. ഇപ്പോൾ അതുപോലുള്ളൊരു ലോങ്ങർ പീരീഡ് അല്ല, ഇറ്റ് ക്യാൻ ബി ബിറ്റ് മോർ ഫാസ്റ്റർ. സോ പെട്ടെന്ന് തീരുമാനങ്ങൾ വരും, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ തേർഡ് തിങ്. Fourth thing, jobs maybe. I won't say you have like എന്താ പറയുക, ഹൈ പെയ്ഡ് ജോബ്സ് പെട്ടെന്ന് കിട്ടുന്നല്ല പറയുന്നത്, ബട്ട് യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് എ മിനിമം തിങ്. So if you are good enough, if you are good in language, if you are good in your academics, you are good in additional skills that you have, you can have a start, a decent start. So ഇത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. മേ ബി ഹൈലി കോമ്പറ്റേറ്റീവ് ആണ്, ബട്ട് ഇറ്റ് വോണ്ട് ബി ആസ് കോമ്പറ്റേറ്റീവ് ആസ് മേ ബി നമ്മളെ ഹോം കൺട്രിയിൽ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിരുന്നു പറയും. സോ അതായിരിക്കും. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് സേഫ്റ്റി. ഫിഫ്ത്ത് വൺ ഈസ് safety, tolerance, affordability, maybe the kapara, but it cannot be reduced Limited to enough in 5 numbers. Okay. But you can say that. Okay. So can you tell me 5 courses which is trending not only at the present but also looking at the future? Okay, so currently trending, and it can be very useful in it. So talking about UAE, the region wise is a bit different and all. So അഞ്ചെണ്ണം പറയുകയാണെങ്കിൽ ഫിനാൻസ് ആൻഡ് ഫിൻടെക്, petroleum and renewable energy, logistics, then healthcare and related programs, then we have AI and thing. So ഇത് ഒരിക്കലും ഇത് ഓർഡറിൽ പറഞ്ഞതല്ല, 5 തിങ്സ് പറഞ്ഞതാണ്. So AI, maybe cyber security, AI, machine learning will come related disciplines ഉണ്ടാവും. Thank you ഷമി sir for your time, and Thank you. ഇത് കേൾക്കുന്നവർക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും why UAE is a good destination for you if you consider a blend of affordability, global recognition and safety. സോ കുറിച്ചോ UAEയിലെ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചോ നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ you can connect with the number on the screen, and you can get free one-to-one counseling of the certified experts at Edroots. So see you in the next episode. Thank you so much, sir, for your time. Thank you, Vijay. Thanks for your time, and it was wonderful talking to you. Thanks.